നമ്മൾ രാവിലെ വരാത്തവർക്കായിട്ട് പറയുകയാണ് എന്താണ് ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ ബ്രോഡർ കൺസേൺസ് എന്തൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്, ആ വിഷയം അതെങ്ങനെയാണ് നമ്മുടെ ബയോളജിയെ തീരുമാനിക്കുന്നത്, സംസ്കാരത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ അതിനെ ധാർമ്മികതയെ തീരുമാനിക്കുന്നത്, എത്തിക്സിനെയൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാരുടെ ചില ഗ്രൂപ്പുകളുടെ പെരുമാറ്റ രീതികളെക്കുറിച്ച് ഇപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ബ്രെയിൻ, ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ബ്രെയിൻ കഴിക്കുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി ഇവിടെ പറഞ്ഞു. അത് ആണുങ്ങൾ മാത്രമേ കഴിക്കൂ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രത്യേകതരം രോഗം അവർക്ക് മാത്രം വരുന്നതിനെക്കുറിച്ചൊക്കെ രാവിലെ പറയുകയുണ്ടായി. പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ്, അവിടെ നമ്മുടെ ജീവിത രീതികൾ, ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ടീച്ചറും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്നായിരുന്നു, ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന്. ഇപ്പോഴാണ് നമ്മളത് ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പേര് മാറ്റം മാത്രമാണ്, യഥാർത്ഥത്തിൽ പേരിൽ വരുന്ന ഒരു ടെർമിനോളജിക്കൽ മാറ്റം മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുന്നേ ആണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ തന്നെ നമ്മൾ പേപ്പർ കൊടുത്തിരുന്നത് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് തന്നെ ടൈറ്റിലാണ്. അപ്പോൾ ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചറുടെയും ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ ഒരു 15 കൊല്ലം മുന്നേ അവരും കൊടുത്തിരുന്നത് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന പേര് തന്നെയാണ്, ഒരു പേപ്പർ ഫിസിക്കൽ ആന്ത്രപ്പോളജി. അപ്പോൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറേ പുസ്തകങ്ങളുടെ ടൈറ്റിൽ ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് തന്നെയായിരിക്കും. അപ്പം ഇതൊരു ടെർമിനോളജിക്കൽ ചേഞ്ച് മാത്രമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. വേറെ ഒരു റാഡിക്കലായിട്ടുള്ളൊരു മാറ്റം സാധ്യമല്ല. മറ്റേ ശങ്കരാടി പറഞ്ഞ പോലെ റാഡിക്കലായ ഒരു മാറ്റം ഡിസിപ്ലിനിൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോയാൽ അവിടെ MSc ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്നാണുള്ളത്. പൂനെയിൽ പോയാലും MSc ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്നാണ്. കാരണം ഈ ആന്ത്രപ്പോളജി ഡിസിപ്ലിൻ ഉണ്ടായി വന്നത് യഥാർത്ഥത്തിൽ ഒരു വൈറ്റ് ആൾക്കാരുടെ നോട്ടത്തിലാണ്. വൈറ്റ് സൂപ്രമസി ആൻഡ് മേക്കിംഗ് ഓഫ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ ഒരു ലേഖനമുണ്ട്. ഞാൻ 1-2 പേർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങൾ. അപ്പോൾ എന്തിനാണ് ഈ ക്ലാസ് വെക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് സൂപ്രമസി ആൻഡ് മേക്കിംഗ് ഓഫ് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ വായിക്കണമെങ്കിൽ ആ പേപ്പറിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ കുറേ വാക്കുകൾ ഇങ്ങനെ ടെർമിനോളജി ഇങ്ങനെ വരും. ഉദാഹരണത്തിന് പ്രൈമേറ്റ്സ്, അല്ലെങ്കിൽ സിറിയോളജി, അല്ലെങ്കിൽ ഇങ്ങനെ പാലിയോന്റോളജിക്കൽ, അല്ലെങ്കിൽ ബയോ ആർക്കിയോളജിക്കൽ, ബയോ ആന്ത്രപ്പോളജി, ഇങ്ങനെയുള്ള ടേംസ് വരും. ടേംസ് വരുമ്പോൾ നമുക്കത് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ പിന്നെ പേപ്പർ വായിക്കുന്നത് നിർത്തും. സോ ഇത് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ലെക്ചേഴ്സ് അങ്ങനെയാണ് നോക്കേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഓറിയൻറ്റേഷൻ അറിയാം. ഇറ്റ്സ് നോട്ട് ആൻ ആന്ത്രപ്പോളജി സ്കൂൾ, അങ്ങനെയല്ലല്ലോ. ഇറ്റ്സ് നോട്ട് എ ഹിസ്റ്ററി സ്കൂൾ ആസ് സച്ച്. ഇറ്റ്സ് എ ബ്രോഡർ സോഷ്യൽ സയൻസ് സ്കൂൾ. അപ്പോൾ അതിൽ പക്ഷേ നമുക്ക് സോഷ്യൽ സയൻസ് ലിറ്ററേച്ചർ വായിക്കണമെങ്കിൽ ചില ഡിസിപ്ലിൻ്റെ ന്യൂആൻസ്ഡ് ആയ ടെർമിനോളജീസ്, ന്യൂആൻസ്ഡ് ആയ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ബി ഇൻ ട്രാക്ക് വിത്ത് ഹെർ ആസ് കണ്ടിന്യൂഷൻ ഓഫ് ദ മോർണിംഗ് lectures. Thank you. Okay. So good afternoon, everyone. Please tell me good afternoon. Good afternoon. Okay. So എനിക്ക് തോന്നുന്നു കുറച്ച് പേര് രാവിലെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ചില മുഖങ്ങൾ പുതിയതായിട്ട് തോന്നുന്നു. പഴയ മുഖങ്ങൾ എവിടെ പോയോ? ശരി. അതെല്ലാ സ്ഥലത്തും യൂണിഫോമാണ് കേട്ടോ. ആ പ്രതിഭാസം യൂണിവേഴ്സലാണ്. Okay, so we were discussing about some of the aspects on scope, meaning, etc. of biological anthropology, and while I was discussing all these points, certain things came into my discussion as part of linking what I want to discuss, debate, and make a dialogue. So, in this session, I'll be talking about the theories of organic evolution, because we were talking about human evolution, how evolution has happened from microorganisms to large mammoth and dinosaur and all.
So how this process has taken place and what are the major theories, debates behind these kinds of processes of organic evolution, etc. So before coming to the main theories of organic evolution, I just want to tell you about what is evolution and what is organic evolution. What is evolution? Tell me, what is your opinion on the term meaning of evolution? Evolving. The basic understanding or idea is evolving from one form to the other. Evolving from one form to the other, whether it is small, large or intermediary, doesn't matter, but something is evolving from one form to the other. But if we want to technically define organic evolution, we can define organic evolution like this: changes in the genetic makeup of species. I was talking about the changes that are happening in the somatic cell and the reproductive cells, and I told that any change that has happened in the body cell or somatic cell won't make any change in the genetic makeup, but if there is any change that has happened in the reproductive cell of an organism, will definitely lead to change in genetic makeup. And these kinds of changes sometimes happen due to mutation. Mutation means spontaneous or sudden changes in the genetic makeup, and this may happen due to the effect of some race or some accident. There are certain there are many number of reasons that are responsible for causing mutations, and these mutations are the underlying cause of ഓർഗാനിക് എവല്യൂഷൻ. അപ്പോൾ ഒരു മൈക്രോബിയൽ ഓർഗാനിസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മ്യൂട്ടേഷൻ വന്ന് അത് വേറൊരു ഫോമിലേക്ക് മാറുന്നു. അതൊരു ഫൈൻ മോർണിംഗിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരു മാറ്റം വന്ന് നാളെ ആ ഒരു ഓർഗാനിസം നാളെ രാവിലത്തേക്ക് വേറൊരു ഓർഗാനിസമായി മാറുന്നതല്ല. അത് കോടാനുകോടി വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു ഓർഗാനിസത്തിൽ വരുന്ന മാറ്റങ്ങൾ ഫിക്സ് ചെയ്ത് പോപ്പുലേഷനിൽ ഫിക്സ് ചെയ്ത് അതൊരു പുതിയ രീതിയിലുള്ള ഒരു സാധനമായിട്ട് മാറുന്നത്. സോ ഒരിക്കലും വിചാരിക്കരുത് ഓർഗാനിക് എവല്യൂഷൻ ഒരു ദിവസം കൊണ്ടോ അല്ലെ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ, അങ്ങനെയല്ല. ഇറ്റ് ടേക്സ് many years to fix a change in the population. So genetic changes in the genetic makeup of species in a population as a result of, I was talking about environmental changes. See, what are the changes that can be made in a population due to the impact of environmental forces? There are, I told about tsunami, then if there is any environmental disaster or natural calamity, sometimes some of the species may extinct from the universe, some may extinct from the universe. അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ദിനോസറുകളും മമോത്തും അങ്ങനെയുള്ള ഒരുപാട് ജീവികൾ നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ ഒന്നും കാണാനില്ല. ഒരു ചെറിയൊരു സ്പീഷീസ് പോലും അതിൽ ബാക്കിയായിട്ടില്ല. സോ ഹൗ ദിസ് ഈസ് ഹാപ്പനിങ്, സംടൈംസ് ദീസ് കൈൻഡ്സ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് or any other kinds of disasters may cause sudden kind of or spontaneous kind of changes in the population. And these spontaneous changes may happen to make genetic changes in the individual or species, and these changes may fix in a population taking so many years or several years. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഓർഗാനിക് എവല്യൂഷൻ സംഭവിക്കുന്നില്ല. ഇപ്പോഴും even while we are talking about organic evolution is taking place. It's an ongoing process, and every moment, every second, that process of organic evolution is happening. Then environment has a very important role to play in fixing this kind of change in the population. Environment has a major role to play, and we will see some of the theories that are associated with organic evolution. See, there are various theories which are not scientifically proved with regard to organic evolution, and we have some 5-6 theories which are totally criticized by scholars from the field of making debates on organic evolution. Then the first theory is theory of spontaneous evolution. The first theory is theory of spontaneous evolution. So the word itself, that term itself, give you some idea about the kind of evolution that is taken place. Spontaneously evolved. എന്താണ് സ്പോണ്ടേനിയസ്ലി ഇവോൾവ് എന്ന്? ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഈ ഒരു ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത്.
And they didn't talk about, the real cause of that kind of a spontaneous change. And the Greek philosopher Aristotle was behind this kind of an argument by saying that universe and organisms, species on the universe are created in a spontaneous manner. നമ്മളിപ്പോൾ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു സാധനത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു സ്പീഡിലാണ് ഓർഗാനിസംസ്, സ്പീഷീസ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് എവല്യൂഷൻ. പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം, അതാണ് ഓർഗാനിക് മീൻസ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ദ സെക്കൻഡ് തിയറി ഓഫ് ഡിവൈൻ ക്രിയേഷൻ. ആൻഡ് ദിസ് ഡിവൈൻ ക്രിയേഷൻ ഈസ് ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് ഫിലോസഫീസ്. Divine creation. So I hope you can understand what is meant by divine and what is meant by creation and all. So God has created, or the Almighty has created all the species on this universe. That is the argument on theory of divine creation. There was some divine creature who has created all the living organisms in this universe, and that was also criticized and discarded theory. Then comes the theory of eternity. And what is this eternity? So theory of eternity says that the life on earth was originated from some non-living objects. Life on earth was originated from some non-living objects. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലിൽ നിന്ന് ജീവനുണ്ടായി, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ജീവനുണ്ടായി. മണ്ണിൽ നിന്ന് ജീവനുണ്ടായി എന്ന് നമ്മൾ ബ്ലൈൻഡായിട്ട് പറയുമ്പോഴും there are certain scientific realities associated with it. But this theory of eternity was again totally challenged and criticized by scholars who are working on the theories of organic evolution, because നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് വിഷമമുണ്ട്, നോൺ ലിവിങ് ഒബ്ജക്ട്സ് ജീവൻ ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങൾ. And what about the case of water? Is it living or non-living object? Water? Water. Living ആണോ non-living ആണോ? Non-living. It's a problematic area. What about the status of water? Is it living or non-living? വെള്ളത്തിലാണ് ആദ്യം ജീവൻ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? So I'm leaving that debate to you. You can discuss on that and you can find out an answer and give me tomorrow. Okay? So we will just stop with that question there. Then comes theory of virus. Again, viruses were acting a major role in the creation of the species, organisms in the universe. Then viruses are again microscopic creatures who are responsible for making a life on Earth. Then again cosmic origin. Life has originated from other planets. Cosmic energies from other planets. മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന ചില കോസ്മിക് എനർജി, അതാണ് ഈ ഓർഗാനിക് എവല്യൂഷൻ അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ആൻഡ് വി ഹാവ് തിയറി ഓഫ് കറ്റാസ്ട്രോഫിസം ഓർ കാറ്റലിസിസം, ആൻഡ് ഓൾ ദീസ് തിയറീസ് were discarded, challenged by scholars who are working in the field of organic evolution. And we have some more theories which are proved, scientifically proved, and these are the main theories that we are taking into account or consideration for explaining organic evolution. ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, because all those theories were discarded. Okay? Then we have the first important theory on organic evolution, that is Lamarckism. And Lamarckism is the argument of Lamarck on the theories of organic evolution. That's called Lamarckism. So this Lamarckism was put forwarded by Jean-Baptiste de Lamarck. And Lamarck proposed the inheritance of acquired characters. So again, what is an acquired character? We are talking about, in many papers of anthropology, the ascribed status, achieved status, etc. Then what is this acquired character? Acquired character. ആർജിത സ്വഭാവം. എന്താണ് ആർജിത സ്വഭാവം എന്ന് പറയുന്നത്? ആർജിക്കുക. Was it there along with birth? No, absolutely no. It was not there along with birth, but after birth only we are achieving some characters. After birth only we are achieving some characters. That means we didn't have that characters during our birth. So Lamarck was a major proponent on this theory of acquired characters, and for citing or substantiating his argument on theory of organic evolution, he has cited many examples, and
I'll come to that one by one. And we have Darwinism, Darwin's argument on organic evolution, and Darwin has also introduced some arguments like, natural selection, survival of the fittest, like that also we'll discuss. Then we have mutation theory, modern synthetic theory. These are some of the important theories that are there for explaining the organic evolution theories. And we'll see one by one. Lamarckism, as I told you, arguments of Lamarck on the theory of or organic evolution is called Lamarckism, and it is also known as theory of inheritance of acquired character. See, here you have to see 2-3 words together. Inheritance. We were talking about inheritance of characters from parent to offspring, and how this inheritance is happening. I told you about sex-linked inheritance, sex-influenced inheritance. All these sorts of inheritance are there. എങ്ങനെയാണ് മാതാപിതാക്കളുടെ സ്വഭാവം കുട്ടികളിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് അത് സസ്റ്റെയിൻ ചെയ്യുന്നത്, എന്താണ് വ്യത്യാസം വരാനുള്ള കാരണം, എന്തൊക്കെ സിമിലാരിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, എന്തൊക്കെ ഡിഫറൻസസ് പുതുതായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സി ഹിയർ Lamarck's theory, you can see that he used certain examples to substantiate or to support his argument on this acquired characters. Then here core idea is organisms evolve through the inheritance of traits acquired during their lifetime. And I told you the somatic and the reproductive cells, changes in the somatic cells will not be inherited, all of us know. Then any change in the reproductive cell will be inherited. Reproductive cellil varuna change എന്ന് പറയുന്നത് അത് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ജനറ്റിക് മെറ്റീരിയലിൽ വരുന്ന മാറ്റങ്ങൾ എപ്പോഴും അടുത്ത തലമുറയിലേക്ക് കടന്നു പോകും. Clear? Then this mechanism, or in order to explain or in order to argue on the theory of acquired characters, Lamarck used his use and disuse theory. These are the two arguments put forwarded by Lamarck in order to substantiate the theory of acquired characters. The use and disuse theory. And for this, see, if regarding the use theory, if an organ is put to continuous activity, that organ will develop. And if it is put to continuous disuse, that will perish. Simply, that is the explanation for this use and disuse theory. ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തീരെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു സാധനം അത് പെരിഷ് ചെയ്ത് പോയിരിക്കുന്നു. ഇതാണ് അത് രണ്ട് എക്സ്ട്രീമിൽ വരുന്ന രണ്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ലാമാർക്കിസത്തിൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ വേർമിഫോം അപ്പൻഡിക്സിനെ പറ്റി പറഞ്ഞു. ആൻഡ് ദിസ് വേർമിഫോം അപ്പൻഡിക്സ് ദറ്റ്സ് ദർ വിത്ത് ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഓർ ഹ്യൂമൻ ബോഡി. ഇറ്റ് ഹാസ് നോ യൂസ്, but it was used by humans earlier when they were herbivorous organisms. But still, this vermiform appendix is useful for some other organisms along with the large intestine, which is situated along with the large intestine, who are taking plants as their food. Okay, and here this mechanism of use and disuse, Lamarck explained with the examples of giraffe, then so many other animals who are having some organs developed as part of continuous use and continuous disuse. And here Lamarck has certain propositions regarding this argument on acquired characters. The first one is the internal vital force. എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ശക്തി, അതാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ പൊന്തി മേലോളം വലിയൊരു മനുഷ്യനാവണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നടക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഡിസ്കാർഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദറ്റ് ഇന്റേർണൽ ഫോഴ്സ് വിച്ച് ഈസ് ഇഫക്റ്റിംഗ് അസ് ഓർ വിച്ച് ഈസ് ഇൻഫ്ലുവൻസിങ് അസ് ടു ബിക്കം സംതിങ് ദാറ്റ് വി ഇമാജിൻ. So this theory, again, this argument was very much criticized and challenged by other scholars. And what Lamarck said, this internal force causes all living organisms and their component parts to be continually increased. ഞാനിപ്പോൾ എൻ്റെ ഈ വിരലിങ്ങനെ വലിച്ചു നീട്ടി വിരൽ വലുതാവട്ടെ എന്ന് കരുതി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് വലുതാവാൻ പോകുന്നില്ല. അതിന് ആ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. Then what's the use with this internal force?
nothing to do with the internal force. So the first argument was criticized. Then effect of environment and new needs. See, this is an important point that has to be included when we discuss about the theories or the arguments of Lamarck, and what is the role of environment in making new species and in developing new kind of characters that are used for or useful for the the smooth survival of the organisms. We were talking about the smooth survival, living and smooth survival, how an organism can be lived and how it can be survived in a very smooth manner. And here environmental changes have an impact. Environmental changes have an impact on living entities, causing them to change, leading to new needs. So here, and I think we can take into account the arguments of Malinowski on needs and functionalism and needs. And Malinowski argued that, it's the need that tempted or compelled an organism to hone for new necessities. So what is the role of this need? Again, Lamarck has also cited the same kind of argument. It's the need of an organism that accelerated this kind of a change, which subsequently lead to organic evolution. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ എർജ്, അതാണ് ഓർഗാനിക് എവല്യൂഷൻ്റെ ഒരു റീസൺ ആയിട്ട് ലാമാർക്ക് പറയുന്നത്. Then use and disuse of entities. That's what I told you. If an organ is put to continuous activity, that organ will develop. ഇത് പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി ചെറിയ ക്ലാസ്സിൽ ബസ്സിൽ പോകുന്നു, ചെറിയ ക്ലാസ് മുതലേ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ബസ്സിൽ കയറ്റി വിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, ആദ്യം അവിടെയുള്ളൊരു വടി പിടിച്ച് നിൽക്കാൻ നോക്കുന്നു, വീഴാണ്ടിരിക്കാൻ വേണ്ടി, ആരും മടിയിൽ ഇരുത്തിയില്ലെങ്കിൽ. ചെറിയ കുട്ടിയാണേ. അപ്പോൾ എന്തും അതിൻ്റെ സ്കൂൾ ബാഗൊക്കെ എടുത്ത് അതിങ്ങനെ ഒരു വടി പിടിച്ച് അവിടെ നിൽക്കുന്നു, ആൾക്കാരുടെ തിരക്കിലൊക്കെ പെട്ട്. പിന്നെ കുറച്ച് കുട്ടി വലുതാകുമ്പോൾ ആ പിടിക്കുന്ന ഹൈറ്റ് കൂടി വരുന്നു. ദെൻ മേലെ നീളത്തിലൊരു ഹൊറിസോണ്ടലി ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ വലിയ കുട്ടിയായ സമയത്ത് എന്ത് ചെയ്യുന്നു, പിടിച്ച് ഈ മേലത്തെ വടി പിടിക്കുന്നു. ഇപ്പോൾ ഈ ലമാർക്ക് പറഞ്ഞ തിയറി പ്രകാരമാണെങ്കിൽ ഈ ഒരു വലത്തെ കൈ, നമ്മളുടെ റൈറ്റ് ഹാൻഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നീണ്ടു വരണ്ടേ ഇടത്തെ കൈയേക്കാളും? ഇഫ് that organ is put to continuous activity, this has to be longer than the left one, അല്ലേ? അതൊരിക്കലും നടക്കുന്നില്ല. because these changes are happening in the somatic cell only, not in the reproductive cell. So by citing that example or that argument only, this argument was criticized and challenged. And inheritance of acquired characters. So Lamarck was again foolished by this kind of an argument, inheritance of acquired characters. See, if we said that inheritance of characters which have happened, changes in the genetic character, then definitely we can say that characters will be inherited. അതന്നെയാണ് ഞാൻ രാവിലെയും പറഞ്ഞത്. കാരണം ജനറ്റിക് മേക്കപ്പിൽ വരുന്ന ചേഞ്ചസ് എപ്പോഴും ഇൻഹെറിറ്റ് ചെയ്ത് പോവും, ആ മാറ്റങ്ങളൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് പോവും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊമാറ്റിക് സെൽ, ഇറ്റ് വിൽ ബി നെവർ ബി ഇൻഹെറിറ്റഡ്. സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊപ്പോസിഷൻസ് ഗിവൺ ബൈ ലമാർക്ക് റിഗാർഡിംഗ് ഓർഗാനിക് എവല്യൂഷൻ. ആൻഡ് രാവിലെ ഡോക്ടർ അനിൽ വാസ് ടെല്ലിംഗ് അബൌട്ട് ദ നെക്ക് ഓഫ് ജിറാഫ്. I hope you remember. And here, according to Lamarck, giraffe was a normal animal. നമ്മളുടെ ഒരു ഡോഗിൻ്റെ ഒക്കെ അത്രയുള്ള ഒരു ആനിമൽ ആയിരുന്നു മുന്നേ ജിറാഫ്. അപ്പോൾ ഇഷ്ടംമാതിരി ഗ്രാസും പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് ഒക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ ഭക്ഷിച്ചിങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ജീവി പെട്ടെന്ന് ഡ്രൗട്ട് വരുന്നു. ദെൻ ദർ ഇസ് ഇൻസഫിഷ്യൻസി ഓഫ് റിസോഴ്സസ്, മെറ്റീരിയൽസ്. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് stretching its neck to receive the resources. or വലിയ മരത്തുനിന്നാണെങ്കിൽ അതിൻ്റെ ഇല പറിക്കാൻ വേണ്ടി ഈ കഴുത്ത് നീട്ടി കൊണ്ടുപോയി ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ജിറാഫായി എന്നുള്ളതാണ് ഒരു ആർഗ്യുമെൻറ്റ്. സോ ദിസ് ഈസ് ആക്ച്വലി യൂസ് ടു സപ്പോർട്ട് ദ യൂസ് തിയറി. If an organ is put to continuous activity, that organ will ഡെവലപ്പ്. അപ്പോൾ ഇവിടെ ജിറാഫ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? കഴുത്താണ്. പിന്നെയോ നമുക്ക് കഴുത്ത് മാത്രം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കഴുത്ത് മാത്രം നീട്ടാൻ പറ്റില്ല. കഴുത്ത് നീട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മളെ കാലും പൊങ്ങി വരും. സോ ഈ കഴുത്തും കാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ് ജിറാഫിന് ഇങ്ങനെയുള്ള ഒരു കഴുത്തും ഇങ്ങനെയുള്ള ഒരു കാലൊക്കെ വരാൻ കാരണമെന്നാണ് നമ്മളുടെ ലാമാർക്ക് പറഞ്ഞത്. എഗെയിൻ ദ തിയറി വാസ് ക്രിറ്റിസൈസ്ഡ് ബിക്കോസ് കഴുത്താണെങ്കിലും കാലാണെങ്കിലും ദീസ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഇൻ ദ സൊമാറ്റിക് സെൽസ് ആൻഡ് നത്തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ദ ഓർഗാനിസം. And these changes, it's not making body cells, only body cells.
nothing to do with genetics. And if any change is happening in the somatic cell, that will not be inherited. That will not be inherited. ഇവിടെ ഇപ്പോൾ നമ്മൾ കൈ മുറിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കൈ ആക്സിഡൻ്റ് ആയിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഈ കൈക്ക് ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷേ എൻ്റെ മോന് പ്രോപ്പർ കൈയാണുള്ളത്. സി ഇഫ് അക്കോർഡിംഗ് ടു ലാമാർക്ക് അങ്ങനെയാണെങ്കിൽ യെസ്. ആണ്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാമാർക്ക് യൂസ് തിയറി വെച്ച് അത് വാദിച്ചതുകൊണ്ടാണ് പ്രശ്നം. അത്രയേ ഉള്ളൂ. അത് അവിടെ നടന്നിട്ടുണ്ടാവും, വേരിയേഷനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ ഒരു കാര്യം നമുക്ക് യൂസ് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ആൻഡ് ദറ്റ് വിൽ നോട്ട് ഹാപ്പൺ, ദറ്റ് വി നോ, ബിക്കോസ് അത് ഓർഗാനിസത്തിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ്റെ ഭാഗമായി അതങ്ങനെ നടന്നു എന്നേ ഉള്ളൂ. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ക്യാൻ പ്ലേ എ റോൾ. ബട്ട് ദിസ് ഈസ് നോട്ട് ഹാപ്പനിങ് വിത്ത് ദ ജനറ്റിക് മേക്കപ്പ്. അവിടെ നമ്മൾ പറഞ്ഞ മ്യൂട്ടേഷനും സ്പോണ്ടേനിയസ് എവല്യൂഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുകയാണെങ്കിൽ ഇത് ഈ സംഭവം അല്ല ശരിക്കത്. അതാണ് അതിൻ്റെ വ്യത്യാസം. എഗെയിൻ ഇൻ ദ കേസ് ഓഫ് ഡക്കിൻ്റെ കാര്യം നിങ്ങൾ കണ്ടില്ലേ, ഡക്കിൻ്റെ കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫോൾഡർ ഉണ്ട്, അത് വെച്ചിട്ടാണ് അത് തുഴഞ്ഞു പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ലാമാർക്ക് ഡക്ക് സാധാരണ ഒരു പക്ഷിയായിരുന്നു, കരയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പക്ഷിയാണ്. പിന്നെ കരയിൽ ഭക്ഷണം കിട്ടാണ്ടായപ്പോൾ എന്ത് ചെയ്തു, ഡക്ക് മെല്ലെ വെള്ളത്തിൽ ആദ്യം ഇറങ്ങിയ സമയത്ത് അത് നീന്താനൊക്കെ ബുദ്ധിമുട്ട്. നമ്മളാണെങ്കിലും നീന്താൻ അറിയാത്ത ആൾക്കാരെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താണ് കയ്യും കാലും ഒക്കെ ഇട്ടടിച്ച് നമ്മളെങ്ങനെയും രക്ഷപ്പെട്ട് നീന്തി വരാൻ നോക്കും. അതേമാതിരി തന്നെ ഈ ഡക്കും ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് സ്ട്രെച്ചിങ് ഓഫ് യെസ്. കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷേ ഒരു ദിവസം കൊണ്ടോ ഒരു 100 കൊല്ലം കൊണ്ടോ 200 കൊല്ലം കൊണ്ടോ 1000 കൊല്ലം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, നമ്മൾ പഴയ തലമുറ ഒരു 25 വർഷം മുന്നേ കുട്ടികൾ വലിയ കുട്ടികളായിരുന്നു. ഇപ്പോൾ നോക്കുന്ന സമയത്ത് വളരെ ചെറിയ കുട്ടികളാണ്. എന്താണ് ആ മാറ്റങ്ങൾ വരാനുള്ള കാരണം? അത് പക്ഷേ നമുക്ക് ലാമാർക്ക് പറയുന്ന ആ ഒരു യൂസ് തിയറി വെച്ച് നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ആർഗ്യൂ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. പക്ഷേ അത് എന്താണ് ആ പ്രതിഭാസത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ പ്രഷർ വരുന്ന സമയത്ത് അത് എപ്പോഴും ജനറ്റിക് മേക്കപ്പിനെ ബാധിക്കുന്നുള്ള ഒരു ആർഗ്യുമെൻറ്റും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ യൂസ് അല്ല വരുന്നത് ശരിക്ക്. കാരണം എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ മ്യൂട്ടേഷന് കാരണമാവാം. എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സ്, ഇപ്പോൾ ഷോർട്ടേജ് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ എന്താണ് ആ രീതിയിലുള്ള എന്തെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ട്രോമാസ് വരുന്നത്, അതൊക്കെ നമ്മളെ ജനറ്റിക് മേക്കപ്പിനെ ബാധിക്കുന്ന ആർഗ്യുമെൻ്റ് ഉണ്ട്. ആ രീതിയിലാണെങ്കിൽ ഇത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പം. പക്ഷെ അതല്ല, ഇദ്ദേഹം ഉദ്ദേശിച്ച രീതി അതല്ലാത്തത് കൊണ്ടാണ് അവിടെ അത് ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഡക്കാണെങ്കിലും നമുക്കറിയാം, ഡക്കിൻ്റെ കാലുകൾ ഇങ്ങനെ തുഴഞ്ഞത് കൊണ്ടാവണമെന്നില്ല അതിൽ ഫോൾഡേഴ്സ് വന്ന് അത് ആ ഒരു പാറ്റേണിലേക്ക് പോയിരിക്കുന്നത്. അതേമാതിരി തന്നെ ഒരുപാട് ഈ കേവിൽ കാണുന്ന ഇൻസെക്ട്സിന് കാഴ്ചശക്തിയില്ല. അതേ സമയത്ത് ദാറ്റ് ഇൻസെക്റ്റ് വിൽ ഡെവലപ്പ് സം ടാക്ടൈൽ ഓർഗൻസ്. ഇങ്ങനെ വലിയ നീളമുള്ള ആൻറ്റിനയൊക്കെ വെച്ചിട്ട് അത് എന്താണ് ടാക്ടൈൽ ഓർഗൻസ് വെച്ച് ടച്ച് ചെയ്തിട്ടൊക്കെ മനസ്സിലാക്കും. സോ എങ്ങനെയാണ് ഈ ഒരു ഇൻസെക്റ്റിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്? കണ്ടിന്യൂസ് എക്സ്പോഷർ ടു എന്താണ് ഡാർക്ക്നെസ്. Lamarck is arguing that continuous exposure to darkness may give rise to this kind of a loss in eyesight. ഇതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണ്. ബട്ട് ദർ ആർ certain possibilities where environmental pressures can make changes. അങ്ങനെയുള്ള ചേഞ്ചസ് എപ്പോഴും ചിലപ്പോഴൊക്കെയും നമ്മളുടെ ജനറ്റിക് മേക്കപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. യെസ്. വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ടോ? എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കുന്ന രണ്ടും മിത്താണ്. അതെ, അത് നമ്മളെങ്ങനെ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യും, പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് ലാമാർക്ക് കംപ്ലീറ്റ് ആയിട്ടും തെറ്റാണെന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരുപാട് വർഷങ്ങളെടുത്ത് വന്ന ഒരു മാറ്റം അതൊരു പോപ്പുലേഷനിൽ ചിലപ്പം സസ്റ്റെയിൻ ചെയ്ത് പോയതും ആയിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആനയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും കുട്ടി ആന എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് വന്നിട്ടില്ല, കണ്ടിട്ടില്ല. ആനയെ നമ്മൾ കാണുന്ന സമയത്ത് മുഴുവൻ നീളമുള്ള തുമ്പിക്കൈയും വലിയ കാലുകളും ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് ആന, അല്ലേ?
ജിറാഫിൻ്റെ കാര്യത്തിൽ ലമാർക്ക് ഉണ്ടാക്കി വെച്ച ഒരു മിത്ത് തന്നെ പറയാം ശരിക്ക്. കാരണം ജിറാഫിനെ കുട്ടിയായി കാണിക്കുകയും പിന്നെ നീണ്ട് ഇങ്ങനെയൊക്കെ വന്നു എന്നുള്ള ഒരു കൺസ്ട്രക്റ്റ് അതാണ് ഉണ്ടാക്കി വെച്ചത്. പക്ഷേ തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും പറയാനും ഞാൻ ആളല്ല. ബിക്കോസ് ഇഫ് ദർ ഈസ് എനി എൻവയോൺമെൻറ്റൽ സ്ട്രെസ് ഹാപ്പൻഡ് ഇൻ ദ ഇക്കോസിസ്റ്റം ഓഫ് ജിറാഫ്, sometimes that kind of an insufficiency may lead to some sort of trauma, and that trauma may result in the change in genetic makeup. അത് ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് പോകാനും സാധ്യതയില്ലാണ്ടില്ല. നമുക്കത് പറയാനേ പറ്റുള്ളൂ, കാരണം ബിക്കോസ് വി ഡോണ്ട് ഹാവ് മച്ച് എവിഡൻസ് ഇൻ ഓർഡർ ടു സപ്പോർട്ട് ദറ്റ് തിയറി. എഗെയിൻ ദ ലോസ് ഓഫ് ഐസൈറ്റ് ഇൻ കേവ് ഡ്വെല്ലേഴ്സ്, ദെൻ നേരത്തെ പറഞ്ഞ മാതിരി സ്നേക്കിൻ്റെ പാമ്പുകൾ, കാരണം അത് വന്നിരിക്കുന്ന ഉരകങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കുറേ എണ്ണത്തിന് കാലുണ്ട്, പാമ്പിന് കാലില്ല. കാലുള്ള പാമ്പുകളെയൊക്കെ ഞാനിവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് താഴെ, ചെറിയ ലിംസ് ഉള്ള പാമ്പുകൾ. അതൊക്കെ പിന്നീട് എങ്ങനെയോ പോയി എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നീങ്ങുന്ന പ്രതലം അത് ചിലപ്പം ഫേവറബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ഡിസ്യൂസിലേക്ക് പോയി അത് പോകാൻ സാധ്യതയുണ്ട്, ഇല്ലാതല്ല. നമ്മളെ വേർമിഫോം അപ്പൻഡിക്സ് മാതിരിയുള്ള ചില ഓർഗൻസ് ആയിരിക്കാം ചിലപ്പോൾ ഈ ലിംസൊക്കെ. ദർ ആർ പോസിബിലിറ്റീസ്, ബട്ട് ദ സ്കോളേഴ്സ് ആർ സേയിങ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ദ എൻവയോൺമെൻറ്റൽ പ്രഷേഴ്സ്. സി ദേ ഡോണ്ട് വാണ്ട് ടു പുട്ട് വാട്ട് ലമാർക്ക് സേ ഈസ് കറക്റ്റ്, and we have to consider the environmental changes that are happening every time in order to support or substantiate the arguments of the modern criticisms. And here snakes lost their limbs through evolutionary adaptation driven by environmental factors like burrowing or aquatic life which is selected for streamlined bodies. നമ്മൾ ഈ പറയുന്ന മാതിരി ഈ അത്ലറ്റ്സിൻ്റെ ബോഡി നന്നായിട്ട് ഓടുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അത്ലറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ഒരു ബോഡി സ്ട്രക്ചറും നോർമൽ ഇൻഡിവിജ്വലിൻ്റെ ബോഡി സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ചില എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ വളരെ നല്ല മസിലൊക്കെ ഉള്ള ഒരു അത്ലറ്റാണെന്ന് വെച്ചാൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടി ഒരിക്കലും ആ വലിയ മസിലോട് കൂടിയോ ഒന്നും വരുന്നില്ല. അപ്പോൾ ലാമാർക്ക് പറഞ്ഞത് ശരിയാണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് അത് പോകണ്ടേ. പക്ഷെ ആ ഒരു ക്യാരക്ടർ യെസ്, എനി ക്വസ്റ്റ്യൻ? യെസ്. ഇല്ല. Then see, actually Lamarckian principles were criticized by criticized by August Weismann. Yes, you have any doubt? Yeah, yes, you can continue. ഉണ്ട്. എൻവയോൺമെൻറ്റൽ പ്രഷർ ജേം സെൽസിൽ മാത്രമല്ല സൊമാറ്റിക് സെൽസിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. മാറ്റങ്ങൾ യെസ്. പക്ഷെ അത് അതൊരു എവല്യൂഷൻ്റെ ഒരു സീക്വൻസിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പെട്ടെന്നൊന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 20 ജനറേഷൻ വീസ്മൻ എലിയുടെ വാല് കട്ട് ചെയ്തപ്പോൾ 21st ജനറേഷനും വാലുള്ള എലി തന്നെയാണ് വന്നത്. ഇറ്റ്സ് that's what I'm saying. See, environmental pressures can influence. See, if it is a tremendous change that has happened in the body of an organism, but if it is not affecting the genetic material, it won't inherit. See, these two has to move together. Then only that change will be fixed in a population.
ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്രിറ്റിസിസവും കുറേ ഡിബേറ്റ്സും നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നമുക്കിപ്പോഴും അതിനൊരു വ്യക്തമായിട്ട് ഇന്നതാണെന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലമാർക്കിനെ ക്രിറ്റിസൈസ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ലമാർക്കിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് സ്കോളേഴ്സ്, ഒരു നോളജ് സ്ട്രീം അവിടെ കിടക്കുന്നുണ്ട്. And they are also not in a position to establish what Lamarck has argued about organic evolution. And this use and disuse theory, actually it's very much correct that if an organ is put to continuous disuse, it will disappear or it will become functionless. ഡിസപ്പിയർ എന്നുള്ളതിനേക്കാളും ഫങ്ഷൻലെസ് എന്നുള്ളതായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് അതിന് വരിക. കാരണം നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം ഫങ്ഷൻലെസ് ആയി പോകുന്നു എന്നുള്ളതാണ്. കുറേ കാലം ഫങ്ഷൻലെസ് ആയി കിടന്നു കഴിഞ്ഞാൽ അത് ക്രമേണ അത് എന്താണ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഇല്ലാണ്ടല്ല. പക്ഷേ നമുക്ക് ബ്ലൈൻഡായിട്ട് ലമാർക്ക് പറഞ്ഞത് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സിനെ യാതൊരു രീതിയിലും പരിഗണിക്കാത്ത രീതിയിലുള്ള ചില ആർഗ്യുമെൻ്റ് നടത്തിയത് കൊണ്ടാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. And he didn't talk about the kind of environmental stress experienced by the organisms. And there are several debates taking place in the field of organic evolution. Still we are not in a position to derive a common conclusion regarding these things. Then, and this is the example Auguste Weismann has shown in order to prove that any change in the somatic cell will not be inherited. So in this case what happened, he cut the tail of mice for several generations. Now some 19 generation he cut the tail of mice, but the 20th generation the mice were with a normal tail. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ 20 ജനറേഷൻ 19 ജനറേഷൻ എന്നൊന്നും പറയുന്നത് ഒരു വലിയ മാറ്റം ഉണ്ടാവേണ്ട ഒരു കാലാവധിയല്ല ശരിക്ക് ഒരു എലിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു ആനയുടെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാനൊക്കെ വെച്ച് ഒരു 19 ജനറേഷൻ അല്ലെങ്കിൽ 20 ജനറേഷൻ ആനയുടെ വാലാണ് കട്ട് ചെയ്തതെങ്കിൽ ചിലപ്പം മേ ബി ഉണ്ടാവാം. Maybe yes, there are possibilities for that. Survival benefit ഇല്ല അതിന്. കാരണം അതിന് വാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എലി ക്യാൻ സർവൈവ് വിത്തൗട്ട് ദിസ് ടെയിൽ. അതുകൊണ്ടും ആവാം, അത് ആയിരിക്കും അതിൻ്റെ കാരണങ്ങൾ. സോ വീസ്മാൻ ആർഗ്യൂഡ് വിത്ത് ദിസ് എക്സാമ്പിൾ ഓർ കേസ് ഇൻ ഓർഡർ ടു ക്രിട്ടിസൈസ് ലമാർക്ക്. Then we have Darwinism. Again, Darwin's theories were, accepted by many of the scholars in the field, and he argued with the core idea that evolution occurs through the gradual selection. Natural selection was given much importance in Darwin's arguments on organic evolution, and he presented his theory of evolution in the book on the origin of species, which was classical work in science. Then which means natural selection. And these are the mechanisms that are put forwarded by Darwin for making his arguments. And the first one is variation. I was talking about variation, the spontaneous or sudden change in the genetic makeup of an organism. That is variation, or it's the tendency of an organism to deviate from the parental stock. Tendency of an organism to deviate from the parental stock. So how this tendency is generating or how this tendency is evolving, അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ടെൻഡൻസി ഉണ്ടാവാനുള്ള കാരണം ചിലപ്പം എൻവയോൺമെൻറ്റൽ പ്രഷേഴ്സ് ആയിരിക്കാം. അല്ലാതെ ഒരു കാരണവും ഇല്ലാണ്ട് ഒരു ടെൻഡൻസി ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ പാരൻ്റൽ ജനറേഷനും മാറി നിൽക്കാനുള്ള. ചിലപ്പം പാരൻ്റൽ ജനറേഷൻ ഉണ്ടായിരുന്ന ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റീസ്, ഇഫ് ദറ്റ് പോസിബിലിറ്റീസ് വർ നോട്ട് ദെയർ, ദെൻ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ടെൻഡൻസി ഫോർ ദ ഓസ്പ്രിങ് ടു ഡീവിയേറ്റ് ഫ്രം ദ പാരൻ്റൽ ജനറേഷൻ ഇൻ ഓർഡർ ടു സർവൈവ് ആസ് പാർട്ട് ഓഫ് സർവൈവൽ. സോ വേരിയേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് Darwin. Then overproduction. What happens when overproduction happens? See, when overproduction happens, there is again possibility of competition for food, competition for mate, and competition for many other things. നമുക്കറിയാൻ പറ്റും. കാരണം ചില മാവിൻ്റെ താഴെയൊക്കെ ഒരുപാട് മാങ്ങ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞു പ്ലാന്റ്സും എല്ലാ മാവിൻ്റെ ഈ കുരുവും പൊടിച്ച് വരുന്ന എല്ലാ പ്ലാന്റ്സും അവിടെ ബാക്കിയാവുന്നില്ല. ചിലത് മാത്രമേ ബാക്കിയാവുന്നുള്ളൂ, ചിലത് പെരിഷ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഡാർവിൻ എക്സ്പ്ലെയിൻഡ് ദിസ് പെർട്ടിക്കുലർ മെക്കാനിസം ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഓഫ് conflict for water, conflict for sunlight, many other factors. So there is a struggle for existence. And what happens in that process of struggle? The most fit will survive. And rest will perish. ഇനി ആരാണ് ഈ മോസ്റ്റ് ഫിറ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്?
which is the most fit one? The population or the species which can survive in the presence of these insufficiencies. അങ്ങനെയുള്ളത് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മോസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അത് സർവൈവ് ചെയ്ത് പോവുകയും ആ മാറ്റങ്ങൾ അടിസ്ഥാനപരമായി ഫിക്സ് ചെയ്യപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മോസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നതിലുള്ള ജെനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ജെനറ്റിക് ചേഞ്ച്, ദാറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ എൻവയോൺമെൻറ്റൽ പ്രഷേഴ്സ്. ഇപ്പം വെള്ളം കൊടുക്കാതെ, ഞാൻ എൻ്റെ വീട്ടിലൊരു എക്വേറിയം ഉണ്ട്. ആ എക്വേറിയത്തിൽ, എല്ലാ വീട്ടിലും എക്വേറിയത്തിൽ മത്സ്യത്തിന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ശീലിപ്പിച്ച് നോക്കിയതാണ്. ഈ മത്സ്യം 2-3 ദിവസം ഭക്ഷണം കൊടുക്കാണ്ട് ഇത് സർവൈവ് ചെയ്യുമോ എന്നുള്ളത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഈ മത്സ്യങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച പോലും ഭക്ഷണം കൊടുത്തില്ലെങ്കിലും സ്മാർട്ടായിട്ട് നടക്കുന്നുണ്ട്. ദിസ് ഐ ഹാവ് ചെക്ക്ഡ് വിത്ത് മൈ കേസ്. അതേസമയം ഒരു ആഴ്ച കിട്ടിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല മത്സ്യത്തിന്. പക്ഷേ അതിൻ്റെ ഒരു ആക്ടിവിറ്റി കുറയുന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, ആ എക്വേറിയത്തിൽ വേറെ ഒന്നുമില്ല, ചെടിയോ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ് എക്വേറിയം, വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരാഴ്ച ഭക്ഷണം കൊടുത്തില്ലെങ്കിലും മീനുകൾക്കൊന്നും പറ്റുന്നില്ല. മീനുകൾ അങ്ങനെ തന്നെ വളരെ സ്മാർട്ടായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയാണ് ഒരു എന്താണ് പറയുന്നത് സ്ട്രഗിൾ വരുന്നത്? അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ള ആ ഒരു കാര്യവും കൂടെ വരുന്നുണ്ട്. ആൻഡ് ദിസ് സ്ട്രഗിൾ, മോസ്റ്റ് ഓഫ് ദി ടൈം ദിസ് സ്ട്രഗിൾ ഈസ് ഫോർ ഫുഡ്, മെയ്റ്റ്, ദെൻ എയർ, സൺലൈറ്റ്, ഇതൊക്കെ വരും. നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ കോമ്പീറ്റ് ഫോർ ലിമിറ്റഡ് സോഴ്സസ്. ഇഫ് സോഴ്സസ് ആർ വെരി മച്ച് ലിമിറ്റഡ്, then the competition will be higher. If resources are very much limited, competition will be higher, and this has lead to the struggle for survival. അതിലാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആരാണ്, അവർ സർവൈവ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നത്. Then see, if that survival is happened due to environmental pressure, then that will be generated as a trait of genetic inheritance, and that trait will be ഇൻഹെറിറ്റഡ് ടു അതർ ജനറേഷൻസ്. അവിടെയും നമ്മൾ ഒരു ട്രെയ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അതും കോടാനുകോടി വർഷം എടുത്തിട്ടാണ് ഒരു ട്രെയ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് നമുക്ക് പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്നത് പല ആംഗിളിൽ നിന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രെയ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, പോപ്പുലേഷനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ that will continue for long time, and if environmental pressures are again negative, then there are possibilities of making changes in the genetic makeup of that organism. Then again Darwin's theory highlighted that a life on earth is connected and related to each other, and diversity of life is as a result of modifications. അപ്പോൾ മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പം ഡാർവിൻ ഈസ് ഓൾസോ സപ്പോർട്ടിങ് ലമാർക്ക്, ബിക്കോസ് മോഡിഫിക്കേഷൻസ് ആർ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ സൊമാറ്റിക് സെൽ. ഇപ്പം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ടാക്ടൈൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നതും പാമ്പിൻ്റെ കാലുകൾ പോകുന്നതും ഒക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് ആസ് എ റിസൾട്ട് ഓഫ് മോഡിഫിക്കേഷൻസ് of populations through natural selection. So how nature is selecting these populations, and what are the influences that nature is giving in order to survive, in order to make a survival for these organisms. That's very important. And here Darwin has cited his arguments by citing the example of the finches in the Galapagos Islands. Actually several species of finches were identified by Darwin during his journey in HMS Beagle. Then Darwin identified these different types of finches, and the differences were in the type of their beaks. അപ്പോൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ഫിഞ്ചസിലൊക്കെ കണ്ട മാറ്റങ്ങൾ അതിൻ്റെ കൊക്കിലാണ്. ചില ഫിഞ്ചിന് നേരിയ കൊക്കാണ്, ചിലതിന് തടിച്ച കൊക്കാണ്, ചിലത് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള കൊക്കുകളാണ്, ചിലത് വളരെ ലൈറ്റായിട്ടുള്ള കൊക്കാണ്. ഇങ്ങനെയുള്ള പല ബീക്ക് ടൈപ്സ് കണ്ടിട്ടുണ്ട് ഈ ഫിഞ്ചസിൻ്റെ ഇടയിൽ. ദെൻ ഹി തോട്ട് അബൌട്ട് വൈ ദീസ് കൈൻഡ്സ് ഓഫ് ഡിഫറൻസസ് ആർ ദർ ഇൻ ദ in the finches. Then he concluded that these finches were exposed to different kinds of food procurement, different types of food procurement. അപ്പോൾ ഒരു പൂവിന്ന് തേനെടുക്കുന്ന ഒരു ഫിഞ്ചിന് കട്ടിയുള്ള കൊക്കിൻ്റെ ആവശ്യമില്ല, അതിന് ചെറുതായിട്ട് കുത്തിയെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതേസമയം ഒരു ഡ്രൈ ഫ്രൂട്ട് കഴിക്കേണ്ട ഒരു ഫിഞ്ചിന് ഒരിക്കലും ആ നേരിയ കൊക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അതിന് തടിച്ച കൊക്ക് തന്നെ വേണം, എന്നാൽ മാത്രമേ അത് അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള കുരു എടുക്കാൻ പറ്റുള്ളൂ. സോ ഹൗ ദിസ് ഹാസ് ഹാപ്പൻ? ദർ ഇസ് സ്പീസിയേഷൻ, and there are so many factors explained by Darwin in order to substantiate his argument on natural selection.
So how nature select the most advantageous characters, and this natural selection was also explained with the case of this moth and industrial melanism in moth. Actually, this moth were found in England before industrial revolution, and it was white in color, and this moth were attached to the tree trunks and all, in white color. And after industrialization, what happens, because of the kind of smoke and other pollutants from factories and all, it was there in the environment, which has polluted the entire environment, and continuous exposure to these kinds of pollutants make changes in the color of the moth. And in the second moth, you can see how that moth is very much adapted to the kind of the background, the tree trunk. See, earlier the white moth, it has its own character, which is, it is highlighting its presence in the tree trunk. ആൻഡ് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ ഇതിനെ കാണുന്ന സമയത്ത് പക്ഷികളൊക്കെ വന്ന് ഇതിനെ കൊത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവും. അതേസമയം രണ്ടാമത്തെ പിക്ചറിൽ വരുന്ന സമയത്ത് ഇതിനെ ആരും കാണുന്നില്ല, ആ മരത്തിനോട് ചേർന്ന് അതിൻ്റെ കളറിൽ ചേർന്നത് നിൽക്കുക ചെയ്യുന്നത്. ആൻഡ് ഈ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും ഭാഗമായിട്ട് വന്ന ആ ഒരു മെലനിസം, ചേഞ്ച് ഇൻ കളർ ഓഫ് ദ മോത്ത്. സോ ഓൾ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഗിവൺ ബൈ ചാൾസ് ഡാർവിൻ to explain the theory of natural selection. And we have the third theory, that is principles of inheritance by John Gregor Mendel. And Mendel again put forwarded three theories of inheritance. One is law of dominance, law of segregation, and law of independent assortment. And he did his experiments in Pisum sativum, that is garden pea, and he made crows with this garden pea, made experiments with this garden pea, and proved some of his famous theories of law of independent assortment, segregation, and dominance. And here Mendel has not identified the role played by genes. Instead of that, what he did, he called, or he named these traits as genes as traits. ആൾക്കറിയില്ല എന്താണ് ഈ സാധനം ഇങ്ങനെ കടന്നു പോകുന്നത് എന്നുള്ളത്. സോ എന്തോ ഒരു സാധനം, ഒരു ട്രേറ്റ് is influencing all these variations. And at that time Mendel was not knowing about the role that was played by the gene, genetic makeup, genetic change, etc. So he made experiments with this garden pea. Laws ഞാൻ ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, because it will take time. Again, we have Neo-Darwinism. Mendelism is also known as Neo-Darwinism. Then here Darwin explained that individuals with advantageous characters, I was talking about these advantageous characters, variation, natural selection, etc. How the species with advantageous characters are survived. How the species with most suitable characters are survived in an environment, and how rest of the species are vanished from the environment. So these are the two questions answered by Darwin's Neo-Darwinian principles. ഡാർവിൻ ഡിഡ് നോട്ട് നോ ദ മെക്കാനിസം ഓഫ് ഇൻഹെറിറ്റൻസ്. എന്തോ അവിടെ നടക്കുന്നുണ്ടെന്നല്ലാതെ എന്താണ് ആ ശരിയായിട്ടുള്ള മെക്കാനിസം എന്നുള്ളതിനെ പറ്റി ഡാർവിന് വലിയ നോഹ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇൻ ദ ഏർലി 20th century what happened, scientists combined Darwin's natural selection with Mendel's genetics and later discoveries in molecular biology. And this integration of Darwin's natural selection and Mendel's genetics put together to form the Neo-Darwinian principles of organic evolution. And Neo-Darwinism could explain the role of genes as hereditary factors. And genetic basis of variation according to Neo-Darwinism is the traits, the so-called traits which later became the genes, and these are the hereditary materials, and through these genes or hereditary materials the inheritance is happening. That is the first basis, genetic basis of variation, and these are occurring due to mutation. And genetic recombinations. Mutation and genetic recombinations. Then we have
population genetics, evolution is studied at the population level, focusing on changes in the allele frequencies over time. There are different types of alleles in a population, and how, crossing is happening within these alleles, what kind of recombination are taking place between the genes and all. And these are also explained with neo-Darwinian principles. And we have natural selection put forwarded by Charles Darwin, and many other mechanisms like gene flow, genetic drift, mutation, speciation. And see, when these types of genetic changes accumulate in a species, what happens? See, if it accumulates in a species, there is a tendency to inherit these genetic features to the next generation. That's what is happening. Actually, others have explained many things about organic evolution, but they couldn't, starting from Darwin, they couldn't identify the exact reason or the trait that was identified, which is known as the genes, and the role played by genes in inheriting characters from the parental stock to the new generation or the generation of the offspring. And also we have synthetic theory of evolution. ഈ ഓരോ തിയറിയും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് ഒന്നും മതിയാവില്ല, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാറുണ്ട്. സോ ഐ എം പുട്ടിങ് ഇറ്റ് ഇൻ എ നട്ട്ഷെൽ, ദെൻ ഓൺലി ഐ വിൽ ബി ഏബിൾ ടു ഫിനിഷ് ദിസ്. ദെൻ സിന്തറ്റിക് തിയറിയിൽ മെയിനായിട്ട് വരുന്നത് ജീൻ മ്യൂട്ടേഷനാണ്. അപ്പോൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പല രീതിയിലും ജീൻ മ്യൂട്ടേഷൻ നടക്കാം. സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ നടക്കാം, അല്ലെങ്കിൽ ഞാൻ ഐ വാസ് ടെല്ലിങ് ഇൻ ദ മോർണിംഗ് ദറ്റ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ, യു വി റേഡിയേഷൻ, എക്സ്റേ റേഡിയേഷൻ, ഇതൊക്കെ ഏതുകൊണ്ടെങ്കിലും നടക്കാം. എന്ത് കാരണം കൊണ്ടും ജീൻ മ്യൂട്ടേഷൻ നടക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ചേഞ്ച് ഇൻ ദ DNA structure. And genetic recombination is also another reason for making changes in the genetic makeup of organisms. And what happens during sexual reproduction? New gene combinations occur. Sexual reproduction സമയത്താണ് ആ കോമ്പിനേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്ചേഞ്ച് നടക്കുമ്പോഴാണ് ന്യൂ ജീൻ കോമ്പിനേഷൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെറൈറ്റീസ് അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം നടന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരേ മാതിരിയുള്ള സ്പീഷീസ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരേ മാതിരിയുള്ള പോപ്പുലേഷൻ സ്ട്രക്ചേഴ്സ് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള റീകോമ്പിനേഷനും ജനറ്റിക് ഡ്രിഫ്റ്റും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വേരിയേഷൻസും ഫിക്സ് ചെയ്ത് പോകുന്നത്. ദെൻ വി ഹാവ് ഐസൊലേഷൻ, ജോഗ്രഫിക് ഐസൊലേഷൻ ഉണ്ട്. ഞാൻ ആരടുത്തോ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് വയനാട്ടിലുള്ള പണിയനും ആഫ്രിക്കയിലുള്ള ട്രൈബ്സും ഒരേ രീതിയിലുള്ള താളങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവരുടെ ഡാൻസ്, പണിയാ നൃത്തം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പണിയർ ചവിട്ടുന്ന ആ ഒരു റിത്തം ഓഫ് ഉണ്ട്, ഡാൻസിൻ്റെ ഒരു റിതം, അവരുടെ കാല് പോകുന്ന ഒരു മൂവ്മെൻറ്റ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലുള്ള ഒരു ട്രൈബിന് സെയിം റിത്തമിക് മൂവ്മെൻറ്റ് വാസ് ഐഡൻറ്റിഫൈഡ്. ആൻഡ് ഹൗ ഇറ്റ് വാസ് ഹാപ്പനിങ്, it's a main question before us. And some argued that that was due to geographic isolation. പണ്ട് വയനാട് ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ പണ്ട് ആഫ്രിക്ക വയനാടിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മിത്തുകളാണ്. നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് ഒരു പോപ്പുലേഷൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഈ ട്രേറ്റുകൾ സർവൈവ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഈ ട്രേറ്റ്സ് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ആർഗ്യുമെൻറ്റ് എവിടെ എത്തില്ല നമുക്ക്. ആൻഡ് വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു പ്രൂവ് ഇറ്റ് ഓൾസോ. That's the condition. And geographic isolation, reproductive isolation, then ecological barriers, ഇതൊക്കെ ഈ ഇക്കോളജിക്കൽ ബാരിയേഴ്സൊക്കെ എപ്പോഴും പുതിയ പുതിയ സ്പീഷീസിന് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. കാരണം ചിലപ്പോൾ ഏതെങ്കിലും കലാമിറ്റിയിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്പീഷീസ് അവർക്ക് സർവൈവ് ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളില്ലെങ്കിൽ അവർ ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് യോജിച്ച് അവിടെയുള്ള റിസോഴ്സസിനെയൊക്കെ സ്വീകരിച്ച് അതിൽ തന്നെ ഇങ്ങനെ അഡപ്റ്റ് ചെയ്ത് പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം ജീൻ മേക്കപ്പിൽ മാറ്റങ്ങൾ വരുത്താം, പോപ്പുലേഷനിൽ ഫിക്സ് ചെയ്ത് പോകാം വേരിയേഷൻസ്. അത് അടുത്ത തലമുറയിലേക്ക് ചിലപ്പം വിസിബിൾ ചേഞ്ചസ് ആയിരിക്കണമെന്നില്ല ഒരിക്കലും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ജിറാഫിൻ്റെ കുട്ടിയിൽ നിന്നും വലിയൊരു ജിറാഫായി, അല്ലെങ്കിൽ ചെറിയൊരു ഫോമിൽ നിന്നും വലിയൊരു ജിറാഫിലേക്ക് പോയി എന്ന് ലമാർക്ക് പറയുന്ന സമയത്ത് മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോയ മാറ്റങ്ങളാണ് കുറേ. കാരണം ഈ ചെറിയൊരു ജീവി അത് ഒരുപാട് വർഷമായിട്ട് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സും എൻവയോൺമെൻറ്റൽ ബാരിയേഴ്സും എഫോർഡ് ചെയ്ത് കുറേ കാലങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഒരു മാറ്റം പ്രകടമാവുന്നത്, ഫിനോട്ടിപ്പിക്കലി വരുന്നത്. ബട്ട് ദ കൈൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ
or the makeup of that organism, that is not visible externally, but it's there, it's happening due to these kinds of pressures. അതെപ്പോഴും അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് വിസിബിൾ ആകുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇത് മാറി എന്നുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നുള്ളൂ. ബട്ട് ദ എൻവയോൺമെൻറ്റ് ലമാർക്കിന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഡിഡ്ന്റ് ടച്ച് അപ്പോൺ ദ റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ മേക്കിംഗ് എവല്യൂഷൻ ആസ് എ പ്രോസസ്. അത് പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം എൻവയോൺമെൻറ്റിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റോള് എവല്യൂഷൻ്റെ അകത്തുണ്ട്. ബട്ട് ഹി ഡിഡ്ന്റ് ടച്ച് അപ്പോൺ ദ റോൾ ദാറ്റ് വാസ് പ്ലേഡ് ബൈ എവല്യൂഷണറി പ്രഷേഴ്സ്. അത് പറയാതെ ഇങ്ങനെയുള്ള കുറേ ഡിവൈൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഫിലോസോഫിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സയൻസിനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ നോക്കിയതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത് പോയത്. ഇഫ് ഹി സെഡ് എനിത്തിങ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ പ്രഷർ ഓർ സ്ട്രെസ് ദാറ്റ് വാസ് ദർ വിത്ത് ദീസ് ഓർഗാനിസംസ്, സംടൈംസ് വി ഹാവ് ടു ബിലീവ് ലമാർക്ക് along with Darwin and others. Okay. ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. I skipped many of the portions because I don't think it's required for these people. അല്ലേ? ഒരുപാട് കോൺട്രവേഴ്സി ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ലമാർക്കിൻ്റെതാണെങ്കിലും ഡാർവിൻ പറഞ്ഞതാണെങ്കിലും കോൺട്രവേഴ്സികൾ പരിഹരിക്കപ്പെടാത്തത് ഒരുപാടുണ്ട്. ഒരു വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വിഭാഗം അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? അത് വെച്ചിട്ടാണ് ഇതുവരെ ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്നൊരു സാധനത്തിന് ഈ ഒരു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം ശരിയാവും എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാവുമോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മറ്റുള്ള പോപ്പുലേഷനും എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി വേണ്ടേ? പറയാൻ പറ്റില്ല. ബട്ട് വി ഡോണ്ട് ഹാവ് എവിഡൻസ്. നമുക്ക് എവിഡൻസ് ഇല്ലാണ്ട് എത്ര അത് കറക്റ്റാണെന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓൾ ദീസ് ആർ ഹൈപ്പോത്തറ്റിക്കൽ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇയർ പിയേഴ്സിങ്, നമ്മളുടെ എത്രയോ തലമുറ മുന്നേ അമ്മമാർ ചെവി തുളച്ച് കമ്മലിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന തലമുറകളൊക്കെ ചെവി തുളഞ്ഞിട്ട് തന്നെ വരേണ്ടതല്ലേ? എന്തിനാ ഈ കുത്ത് ദ്വാരം വീണ്ടും വീണ്ടും നമ്മൾ ഇടേണ്ടി വരുന്നത് ലമാർക്ക് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ? അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബിക്കോസ് ഇറ്റ്സ് എൻ എക്വയേർഡ് ക്യാരക്ടർ. നമ്മൾ ജനിക്കുമ്പോൾ ആരും ചെവിയിൽ കമ്മലിടേണ്ട പിന്നെ ഹോൾ ഇട്ടിട്ടൊന്നും അല്ല വരുന്നത്. ഇറ്റ്സ് എൻ എക്വയേർഡ് ക്യാരക്ടർ. സി വി ആർ ഡൂയിങ് ഇറ്റ് ആഫ്റ്റർ അവർ ബർത്ത് ഓൺലി. ഇഫ് ലമാർക്ക് ഈസ് കറക്റ്റ്, if he is correct, then there will be a hole in the ear after many generations, if acquired characters are inheriting. Yeah. അതെ. അതെ. കോഗ്നിഷൻ. യെസ്. പിന്നെ സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ തന്നെയും ഏത് കോണ്ടിനെന്റിലായാലും ഏതാണ്ട് സ്വപ്നങ്ങളുടെയൊക്കെ ഒരുപോലെ സ്വപ്നങ്ങളുടെ പഠനം. ഇപ്പം ഒരു ചൈൽഡായ സമയത്ത് കാണാവുന്ന പോസിബിൾ സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ പാമ്പുകളുടെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ നമുക്ക് വിഷ്വലി ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ വലിയ
മാലാഖമാരെ പറ്റി. രാക്ഷസികളുടെ കഥകൾ, അതൊക്കെ തന്നെ നമുക്ക് റഷ്യൻ ഫെയറി ടെയിൽസ് വായിച്ചാലും ഈ രാക്ഷസികളെ നമുക്ക് അവിടെയും കാണാം. അപ്പോ ലോകത്ത് മുഴുവൻ രാക്ഷസികളുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബ്രെയിനിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ബ്രെയിനിന്റെ ഭാവന, ഇമാജിനേഷൻ ഓഫ് ദ ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ ഹാസ് ഇനേറ്റ് കപ്പാസിറ്റി. അപ്പോൾ എവിടെയൊക്കെയാണോ ഹ്യൂമൻ ബ്രെയിൻ ഉള്ളത് അവർക്ക് കാണുന്ന ഒരു ഇമാജിനേഷൻ, സോ ദാറ്റ് ഇമാജിനേഷൻ ഈസ് യൂണിവേഴ്സ്. അതുകൊണ്ട് കഥകൾ ഒരുപോലെ ഇരിക്കും, താളങ്ങൾ ഒരുപോലെ ഇരിക്കും, താളങ്ങൾ. അതുകൊണ്ടാണ് ഈ പണിയനും ആ പ്രദേശത്തും തമ്മിലുള്ള ഒരു സാദൃശ്യം. അത് തമ്മിലുള്ള ബയോളജിക്കലായ ഒരു സംഗതിയല്ല, അല്ലെ ജനറ്റിക്കലായ ഒരു തരത്തിലുള്ള പിന്നെ. And there is an argument that psychic unity of mankind. Psychic, അതാണ് that psychic unity. It is a phenomenon that is Homo sapiens psychic structures are similar. Yeah. Psychic structures are similar. അതുകൊണ്ടാണ് ഒരേപോലെ കഥ വരുന്നത്. ആവാം. ഇഷ്ടംപോലെ സ്ലേവ് ട്രേഡും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇതിന് മുന്നേ. എന്ന് വെച്ചാൽ കൊളോണിയൽ പീരീഡ് മുതലുള്ളതൊക്കെ നമുക്ക് അറിയുള്ളൂ. അതിന് മുന്നേ ഒക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. സ്ലേവ് ട്രേഡ് എന്നുള്ള നിലയിലല്ല, അത് വേറെ ഏതെങ്കിലും രൂപത്തിലാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഈ ഫലക സിദ്ധാന്തവും ഇതും വെച്ച് മാത്രം ഒന്ന് നമുക്ക് ഇതിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക്. ഹലോ, ഡ്രിഫ്റ്റ് മലയാളം എന്താ? പ്ലേ ഫാ അല്ലേ? ആ, ഓക്കെ. പിന്നെ ഈ ജോഗ്രഫിക്കൽ ഐസൊലേഷനൊന്നും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി കാണ്ട് എക്സ്പ്ലെയിൻ, ജോഗ്രഫി കാണ്ട് എക്സ്പ്ലെയിൻ. ഇതൊക്കെ ഒരു മിത്ത് അല്ലെങ്കിൽ കുറച്ച് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സീക്വൻസിന് വേണ്ടി അതിങ്ങനെ പറഞ്ഞു പോകാന്നേ ഉള്ളൂ, ആർഗ്യുമെൻറ്റ്സ്. അതെ. എന്ത് ജോഗ്രഫിക്കൽ സിമിലാരിറ്റീസ് അല്ല, നമ്മൾ അതിൻ്റെ അകത്തുള്ള ട്രേഡ്സിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രേഡ്സ്, കൾച്ചറൽ ട്രേഡ്സ്. ബിക്കോസ് പെർഫോമൻസ് ഈസ് എ ട്രേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡാൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആ ഒരു ട്രേറ്റിനെയാണ് എന്തുകൊണ്ട് രണ്ട് കോണ്ടിനെൻറ്റിലേക്ക് പോയി ഒരു പ്രത്യേക ട്രേറ്റ്, എന്തുകൊണ്ട് സിമിലാരിറ്റീസ് വരുന്നു? ഒരേ താളമാണത്, ആ മൂവ്മെൻറ്റ് മുഴുവനും ഒരേ സിമിലറാണ്. അപ്പോൾ എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം. മേഡം അവസാനം പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഇവിടെയാണ് ഐസൊലേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മൾ മുമ്പേ നമ്മൾ സംസാരിച്ച ആർട്ടിക്കിളിൽ തന്നെ വൈറ്റ് സുപ്രീമസി ആൻഡ് മേക്കിംഗ് ഓഫ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിൽ ഈ വില്യം കോബ് ബയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള കോബ് പറയുന്നൊരു കാര്യം, ഈ വൈറ്റ് ആന്ത്രപ്പോളജിസ്റ്റുകൾ പറഞ്ഞത് ബ്ലാക്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി അവർ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഈ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനാണ്. അപ്പോൾ പുള്ളി അതിനൊരു കൗണ്ടറായിട്ട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ അമേരിക്കൻസ് എക്സ്റ്റെൻഡ് ആവാതെ കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ അത് ഐസൊലേഷൻ്റെ പ്രശ്നമോ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയുടെ പ്രശ്നമല്ല. രണ്ടാമത് അവർ അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, ഈ കോബിനെ പോലുള്ള ആളുകൾ ആർട്ടിക്കിളിൽ തന്നെ അവർ പറയാനായിട്ട് ശ്രമിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരിക്കൽ പോലും നാച്ചുറൽ സെലക്ഷനും ഡാർവിൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സിനാണ് അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അലൻ ഗുഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് AI ഇങ്ങനെ കുറേ ChatGPT കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഈ ഒരു പേര് കണ്ടത്, അതായത് ഈ അലൻ ഗുഡൻ്റെ പേര് കണ്ടത്. ഞാൻ ഈ കോബിനെ
ഈ വൈറ്റ് സുപ്രീമസി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി പോയപ്പോഴാണ് ആ ഒരു പേര് കണ്ടത്. അപ്പോൾ അലൻ ഗുഡൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നാച്ചുറൽ സെലക്ഷനുമായിട്ട് എപ്പോഴെങ്കിലും കണക്ട് ചെയ്യുന്നത് വൈറ്റ് സുപ്രീമസിയിലാണ് നമ്മൾ ചെന്നെത്തി നിൽക്കുക. അപ്പോൾ അത് ഇപ്പോൾ അവസാനം മേഡം പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ഈ ന്യൂ ഡാർവിനിസ്റ്റിക് തിയറിക്കാരുടെ ഇത് പറയുന്നതനുസരിച്ച്, അപ്പോൾ അത് വെച്ചിട്ട് കമ്മ്യൂണിറ്റിയെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ എല്ലാം തന്നെ നമ്മൾ എന്താവും സബ്ജക്റ്റായിട്ട് പഠിക്കും. കാരണം അവർക്ക് നാച്ചുറലി സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം പല കമ്മ്യൂണിറ്റീസും ഇല്ലാതായി പോകുന്നുണ്ടല്ലോ. ഇപ്പം വയനാട്ടിലെ തന്നെ അഡിയാസിൻ്റെ ആണോ പണിയാസിൻ്റെ ആണോ ഡ്രാസ്റ്റിക്കൽ, അതായത് മറ്റേ കർണാടകത്തിൽ പണിക്ക് പോയിട്ട് പണിയരാണ് അവർ തിരിച്ചു വന്നിട്ട് അവർ ന്യൂമറിക്കലി തന്നെ വളരെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു എന്താണ് നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളിത് കാണുന്നെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു സ്ട്രെങ്തിലേക്കല്ലേ, അവരുടെ ഒരു സ്ട്രെങ്ത് ഇല്ലായ്മയിലേക്ക് ആയിരിക്കത്തില്ലേ നമ്മൾ ബയോളജിക്കലി നമ്മൾ അവരെ സമീപിച്ചാൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ മറ്റ് അത്ര ഒരു റിഡക്ഷനിസം ഈ ബയോളജിക്കൽ ആന്ത്രപ്പോളജിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു സംശയമാണ് ഞാൻ. കാരണം അതൊരു സതുദ്ദേശപരമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റായി മാറാൻ സാധ്യതയില്ല. ഇപ്പോൾ മാഷ് പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ വയനാട്ടിലുള്ള പണിയൻ ലേബർ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ കൊടകിലും അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് കോൺഷ്യസ് ആയിട്ടുള്ള മൈഗ്രേഷനും ഉണ്ട്, ഇമ്പോസ്ഡ് മൈഗ്രേഷനുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് രീതിയിലുള്ള മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോയ പുരുഷന്മാർ, ആദ്യമൊക്കെ പുരുഷന്മാരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോയവർ തിരിച്ചിങ്ങോട്ട് വരാതെ അവിടെ തന്നെ താമസിക്കുകയും അവിടെ പുതിയ കല്യാണമൊക്കെ കഴിച്ച് അവിടെ ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ അവിടെ തന്നെ നിന്ന് പോരുകയും ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള വീടുകളിലൊക്കെ സ്ത്രീകൾ ഒറ്റക്കായി. ഇത് കുറേ വർക്ക് നടന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സ്ത്രീകൾ ഒറ്റക്കായ സമയത്ത് അവിടെയും കുറേ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരുപാട് വന്നു. കാരണം അവർക്ക് വേറെ മാർഗ്ഗങ്ങളില്ല, പേഴ്സ്യൂട്ട്സ് വേറെയില്ല, ഇവർക്ക് ജോലി ചെയ്തു പോയി പൈസ കൊണ്ടുവരണം, കുട്ടികളെ നോക്കണം, ഇതെല്ലാം കൂടെ ഒരു സ്ത്രീക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പുറത്തേക്ക് പോയി കാര്യങ്ങൾ. അപ്പോൾ അവർ ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ലെവൽ, ആ ലെവലിലേക്ക് വരെ പോയി ഈ സ്ത്രീകൾ. ആൻഡ് ദർ ആർ നമ്പർ ഓഫ് അൺവെഡ് മദേഴ്സ് എമംഗ് അഡിയൻ. And in 1997, I have conducted a survey among the Adia community as part of my PhD work, and that time I have identified some 520 unwed mothers. അത്രയും കൊല്ലം മുന്നേ. അപ്പോൾ ഇപ്പോഴെന്തായാലും അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടാവുള്ളൂ, ഒരിക്കലും കുറയാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരാത്ത പണിയന്മാർ കൊടകിൽ തന്നെ താമസിക്കുകയും അവിടെ മറ്റൊരു വിഭാഗമായിട്ട് മാറുകയും ചെയ്തു. ഇവിടെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഒരുപാട് സൂയിസൈഡ്സ് വന്നു ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് സ്ത്രീകൾ. പിന്നെ വേറൊരു തരത്തിലുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് അവിടെ പോയവർ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ച് എഡിക്റ്റഡായി പലതിനും ഇങ്ങനെയുള്ള. അപ്പോൾ ആ എഡിക്ഷൻ ദാറ്റ് ഓൾസോ ലെഡ് ടു സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ആൻഡ് ഓൾ. അപ്പോൾ ഒരു സ്ട്രക്ചർ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പോയിട്ടുള്ളത്. ആൻഡ് വെൻ വി ടേക്ക് മൈഗ്രേഷൻ ആസ് എ സോഷ്യൽ ഫാക്ടർ ഫോർ എക്സാമ്പിൾ, ആൻഡ് ദിസ് സോഷ്യൽ ഫാക്ടർ ഹാസ് ക്രിയേറ്റഡ് സോ മെനി ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ പോസിറ്റീവാണെന്ന് പറയുന്നവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പോയി അവരെ നിങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നില്ലേ, നിങ്ങളെന്താ അത് കാണാത്തത്? ആ മുഖ്യധാര സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നുള്ള ആ ഒരു പോസിറ്റീവ് സൈഡ് എന്താ നിങ്ങൾ കാണാത്തത്? അതിലും ഭീകരമാണ് നെഗറ്റീവ് സൈഡ് വരുന്നത്. കാരണം ഫാമിലി പോയി, കമ്മ്യൂണിറ്റി സ്ട്രക്ചർ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു, അതൊന്നും ആരും എടുത്തു പറയുന്നുമില്ല. സോ ഹൗ വി ക്യാൻ ഇൻറ്റർപ്രറ്റ് ദീസ് തിങ്സ്, ദീസ് ആർ ദ ഡിഫിക്കൽട്ടീസ്. ഈ ഡിഫിക്കൽട്ടീസ് എല്ലാ കാലം എല്ലാ തിയറിയിലും ഒക്കെ നിന്നിട്ടുണ്ട്. അത് കാലാകാലം നമുക്കത് കണക്ട് ചെയ്ത് പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. ആൻഡ് വി കനോട്ട് ഡിറൈവ് ഓൺ എനി കൺക്ലൂഷൻ. ആ ഒരു പ്രശ്നം എപ്പോഴും അവിടെ അൺസോൾവ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അല്ലേ കോമത്ത് മേഡം? അപ്പോൾ ഈ സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നേ ഇല്ല, നമ്മൾ ഈ ഇല്ല ഒരിക്കലും നമ്മൾ അഡ്രസ് ചെയ്യുന്ന ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു ഏരിയയിലും അത് ഇല്ല, സോഷ്യൽ ഫാക്ടേഴ്സ് ഇല്ല വരുന്നില്ല. പക്ഷേ വി ഹാവ് ടു ഡൂ ദാറ്റ് ഓൾസോ, ബിക്കോസ് വി വർ ടോക്കിംഗ് അബൌട്ട് ദ കാക്കപ്പുല സെറിമണി ഇൻ ദ നൂൺ ടൈം. അതിൽ സോഷ്യൽ ഫാക്ടറാണ്. പക്ഷേ എന്തുകൊണ്ട് ഒരു ആചാരം നിന്ന് പോകുന്നു, അതെങ്ങനെ സമുദായത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ ബാധിക്കുന്നു, എന്തുകൊണ്ട് ആൻസിസ്ട്രൽ വേർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ടും ഒരു സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എൻഡോഗമി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിലേക്ക് കമ്മ്യൂണിറ്റി മടങ്ങുന്നു. എൻഡോഗമിയിലേക്ക് മടങ്ങുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബയോളജിക്കൽ ഇഷ്യൂസ് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഒരേ പോപ്പുലേഷൻ്റെ അകത്ത് തന്നെ പരസ്പരം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറേ ബയോളജിക്കൽ റെസിസ്റ്റിവിറ്റി നഷ്ടപ്പെട്ടു പോകും എൻഡോഗമസ് സൊസൈറ്റിയിൽ. അതൊക്കെ ഇതിൻ്റെ റിപ്പർക്കഷനായിട്ടാണ് വരുന്നത്, ഈ സോഷ്യൽ ട്രാജഡീസിൻ്റെ.
അപ്പം നമുക്ക് അങ്ങനെ ഈ ബയോളജിനെയും സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട്സിനെയും ലിങ്ക് ചെയ്യാൻ അതും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ കേരളത്തിൽ പുലയ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൊരു ഇല്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഡം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് ശരിക്കും പറഞ്ഞൊരു ബയോളജിക്കൽ പ്രാക്ടീസസ് ആണ്. അപ്പം ആദ്യ ഇല്ലം എന്നിട്ട് ഇല്ലത്തിൽ പറഞ്ഞവർ കൈ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത് ക്ലാൻ അല്ലേ ഇല്ലെന്ന് പറയുന്നത്? ക്ലാനാണ്. അപ്പൊ അതിൽ നിന്ന് കല്യാണം കഴിക്കത്തില്ല. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നത് അതിനകത്തൊരു സോഷ്യൽ ഫാക്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ സ്ലേവറിയുടെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. സ്ലേവറിയിൽ, അതായത് നിങ്ങൾ സ്ലേവറിയിൽ ആളുകളെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് പഠനങ്ങൾ, 1-2 പഠനങ്ങളും വന്നിട്ടുണ്ട്. ഈവൻ സൽമോൻ സാറും ചെറിയ റൈറ്റിങ്സ് അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം സ്ലേവറിയുടെ സമയത്ത് എന്താണ് ഇവരെ ഇങ്ങനെ അകത്തി പാർപ്പിച്ച സമയത്ത് വീണ്ടും വന്നു കഴിഞ്ഞാൽ ചിലപ്പം ആ ബ്രദർ ചിലപ്പോൾ സിസ്റ്ററിനെ കല്യാണം കഴിച്ചേക്കാം എന്നുള്ളതിനുകൊണ്ടാണ് ചിലപ്പോൾ ഇല്ലം ആ ഒരു ക്ലാൻ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ശരിക്കും ആ ബയോളജിയുടെ ബാക്കിലുള്ളത് ശരിക്കും ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു റീസൺ ആണ്. അപ്പോൾ അതാണ് ചോദിച്ചത്, അതിൻ്റെ ഒരു ബയോളജിയുടെ ഒരു ആന്ത്രപ്പോളജിയും അതിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ഇത്തരം കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പം അത് പ്യുവർലി ഒരു ക്ലാൻ പഠനമായി മാത്രം മാറുകയും അതിൻ്റെ ഒരു ഒരു ഞാൻ പൂർണ്ണമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സോ ബേസിക്കലി ദർ ആർ ഈ ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സ് highly interlinked with the social factors. Yes. Particularly in terms of Dalits and tribals and all sort of other groups. ഇനി നമ്മൾ ദളിതും മാർജിനലൈസ്ഡും ഇൻഡിജീനസും ഒന്നും പറയണ്ട. I will tell you one example from our mainstream society. Have you heard of Siddha Samajam society? Siddhas. And in Vadagara they have an ashram, Siddha Samajam, and very interesting group to study. And you know, if anybody start a study on this Siddha Samaja, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് തിയറികൾ പൊളിച്ചു പോകും. തിയറീസ് ഓൺ ഫാമിലി, തിയറീസ് ഓൺ മാരേജ്, ഇതൊക്കെ പോകും. യൂണിവേഴ്സാലിറ്റി ഓഫ് ഫാമിലി, ഇതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. പക്ഷെ ആരും ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല അതിനെ തൊടാൻ വേണ്ടി. ബിക്കോസ് ദേ ഹാവ് പൊളിറ്റിക്കൽ പവർ, ദേ ഹാവ് പവർ. സി നോ, സോ മെനി ആർ ദർ ടു സ്പീക്ക് ഫോർ ദം. എന്താ അവിടെ നടക്കുന്നത് വെച്ചാൽ ഇത് നമ്മളീ പറയുന്ന ഈ സോഷ്യൽ ഫാക്ടേഴ്സിനൊന്നും ഒരു വിലയും കൊടുക്കാത്തൊരു സംഭവമാണത്. കാരണം അവിടെ ഒരു സമാജമാണ്. ഇറ്റ്സ് എ കൾട്ട് ആൻഡ് ഇൻ ഇന്ത്യ ദേ ഹാവ് 4 branches. One in Vadagara, and Vadagara is the largest ashram, and in Tamil Nadu there is one ashram, Karnataka one branch. In Kerala there are 2 branches I think, and Vadagara is the largest one. അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 150-160 ആൾക്കാരുണ്ട് താമസിക്കുന്നത്. അത് ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പോയി കാണണം. ഈ കുട്ടികളെയും കൊണ്ട് പോയിട്ട് കാണേണ്ട സാധനം. സോഷ്യോളജിക്കലി, ആന്ത്രപ്പോളജിക്കലി, ബയോളജിക്കലി വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പഠനങ്ങൾ നടന്നിട്ടില്ല, ഒട്ടും പഠനങ്ങൾ നടന്നിട്ടില്ല. അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് നഗ്ന സന്യാസിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം അവരെ പറ്റി. പക്ഷേ അതിൻ്റെ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ആ കമ്മ്യൂണിറ്റീൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അത്ര ക്ലോസ് നിറ്റായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ബട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കലി റെസിസ്റ്റൻസ് കുറഞ്ഞ് ഇപ്പോൾ അവർക്ക് രോഗം അതിലേ പോയാൽ അവർ രോഗത്തിനടിമയാവും. ആ രീതിയിലേക്കാണ് പോകുന്നത്. ബിക്കോസ് എൻഡോഗമി ഈസ് ടേക്കിംഗ് പ്ലേസ്. They are marrying within, not marriage, not legal marriage, but it's a kind of mating like animals. That is happening with this Siddha Samaja. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദേ പ്രാക്ടീസ് സോഷ്യലിസം ആൻഡ് ദേ ഹാവ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഈ ആശ്രമത്തിന് ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട് ആൻഡ് ദേ ആർ കൾട്ടിവേറ്റിംഗ് ദെയർ ഓൺ റിസോഴ്സസ്. അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ ദേ ആർ പ്രൊഡ്യൂസിങ് മെഡിസിൻസ് ഓൾസോ. സിദ്ധ മെഡിസിൻ പറഞ്ഞിട്ട് ഇങ്ങനെ സിദ്ധാശ്രമം മെഡിക്കൽ ഷോപ്സ് ഉണ്ട്. നല്ല മെഡിക്കൽ ലബോറട്ടറീസ് ആ ആശ്രമത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ള ലബോറട്ടറിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കുറേ സ്ത്രീകളും കുറേ പുരുഷന്മാരും അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിലുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും മാരേജ് ചെയ്തവരല്ല. ആർക്കും ഇഷ്ടമുള്ള ആരുമായിട്ടും മീറ്റ് ചെയ്യാം. അതാണ് അത്ര ലിബറൽ ആയിട്ടുള്ളൊരു സോഷ്യലിസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലിബറൽ കൈൻഡ് ഓഫ് സോഷ്യലിസം. ആരും ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ്. It is approved by the state, and the state functionaries are also collecting things. I am putting in quotation, comma. Join ചെയ്യാൻ പറ്റില്ല because it is very close knit structurally. But അതിൻ്റെ അകത്ത് മുഴുവനും വളരെ പ്രൊമിസ്ക്വസ് ആയിട്ടുള്ള
നഗ്നരാണ്. അവരെപ്പോഴാണ് നഗ്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫുൾ നേക്കഡ് ആണ്. ദെൻ അറ്റ് ദ ടൈം ഓഫ് പ്രെയർ ദേ ആർ ഫുള്ളി നേക്കഡ്. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം, ചോറും കറിയും എല്ലാം എടുത്തു വെച്ച്, അത് ഞാൻ പറയാം, നമ്മളിപ്പോൾ ഈ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ബാർബേറിയൻ സിസ്റ്റം അവിടെ നമ്മളെ കൂടെ പാരലായിട്ട് നീങ്ങുന്നുണ്ട്. ആൻഡ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു സീ ഓൾ ദീസ് തിങ്സ്. എല്ലാവരും കൂടി ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. സോഷ്യലിസമാണ് അത്. എൻ്റെത് നിൻ്റെത് അവൻ്റെത് അവളതെന്നൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ റിസോഴ്സസ് എൻജോയ് ചെയ്യുന്നു. അതേമാതിരി തന്നെയാണ് സെക്സും. അല്ല, അവിടെ ഈ കുട്ടികളൊക്കെ പൊതുസ്വത്ത് എന്ന് വെച്ചാൽ കുട്ടികൾ, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ കുട്ടികളുണ്ട് ഈ ആശ്രമത്തിൽ. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ച് 3 വയസ്സ് കഴിഞ്ഞാൽ അമ്മ ഓൺലി നോസ് ഹു ഇസ് ദ ബയോളജിക്കൽ ഫാദർ. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അപ്പോൾ ഈ കുട്ടി 3 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അവർ തന്നെ ആശ്രമത്തിൻ്റെ ഒരു സ്കൂളുണ്ട്, പ്രീ സ്കൂള്, അവിടെ ആക്കും ഈ കുട്ടിയെ. അപ്പോൾ ഈ കുട്ടി പിന്നെ വളരുന്നത് അവിടെയാണ് 18 വയസ്സ് വരെ. അതിനുശേഷം ഈ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അമ്മ അങ്ങോട്ട് പോയി ഈ കുട്ടിയെ കാണുന്നുമില്ല. അമ്മയും കുട്ടിയെ അറിയുന്നില്ല അമ്മയാണ് കുട്ടിയാണെന്നുള്ളത്. ദെൻ ആഫ്റ്റർ 18 years what happens, you know, that child is taken back to the original ashram, and without knowing that this is my mother, this is my father, again mating will take place between father and daughter, mother and son, utter promiscuous. And what is happening, you know, biologically, that resistivity is slowly decreasing. ആൻഡ് ഇവരിപ്പോൾ എന്ത് വെച്ചാൽ അത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ ആൾക്കാർ അവർ പുറത്തേക്ക് വന്നു, ആയുർവേദ വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് അവർ അലോപ്പതി മെഡിസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു ചേഞ്ച്, ഒരു ട്രെമൻഡസ് ചേഞ്ച് ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ അടുക്ക്. അത് പുതുതായിട്ട്, അതായത് 200 വർഷത്തിൻ്റെ ഇടയിൽ ഒരാളായിട്ട് തുടങ്ങിയൊരു സ്ഥാപനവും കൂടിയാണ്. അല്ലാതെ അത് മുമ്പ് മുതൽ നിലനിൽക്കുന്ന ഒരു സംഗതിയൊന്നും അല്ല. പക്ഷേ 200 വർഷം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഒരു സാധനം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 വർഷമൊക്കെ മതി അതിൻ്റെ ഒരു വിസിബിലിറ്റി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. യെസ്, ജനറ്റിക് പ്രോബ്ലം. ഞാനൊരു തവണ ഇടപെടുവാണ്. അപ്പോൾ കോമത്ത് മാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒന്ന് ആഡ് ചെയ്യാനാണ് വേണം. അപ്പം ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇപ്പം കൊമത്ത് മുമ്പേ പറഞ്ഞ മേഡം ഈ ഋതത്തിന്, താളത്തിൻ്റെ ഒരു കാര്യം ഒന്നുകൂടെ ചോദിക്കാനാണ്. അപ്പോൾ ഈ മേഡം തന്നെ പറഞ്ഞല്ലോ, അപ്പോൾ ആഫ്രിക്കയിലും പണിയരടയിൽ അതിൻ്റെ സിമിലാരിറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അത് ഈ മേഡം തന്നെ സൂചിപ്പിച്ചൊരു ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രോമാറ്റിക് ഐസൊലേഷൻ ചിലപ്പോൾ മനുഷ്യർ അത് റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് ചെയ്യുകയും, ഇപ്പോൾ ഈ ചിന്നു അച്ചാബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനകത്ത് അവർ പനി വരുമ്പോഴത്തേക്കും, പിന്നെ ആഫ്രിക്കൻ കൾച്ചറിനകത്ത് പനി വരുമ്പോൾ വാർഡ് ഓഫ് ഈവിൾസിനകത്ത് ഡാൻസ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിലെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിൻ്റെ എല്ലാ സമയത്ത് തന്നെ, പ്രത്യേകിച്ച് വർഷത്തിലൊരിക്കൽ 2 വട്ടം, പിന്നെ ഈ മറ്റേ കുരിയാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, കുരിയാലയിൽ മേഡം അറിയാമായിരിക്കുമല്ലോ, ഈ പുലയ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഒരു കുരിയാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് ആൻസസ്റ്റർ വെക്കുന്ന ഒരു കല്ലാണ്. അപ്പോൾ ഈ അതിൻ്റെ അവിടെ കള്ളു വെച്ചിട്ട് അവിടെയും മുമ്പ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അത് പ്രത്യേക താളത്തിൽ തന്നെ ചവിട്ടിയിട്ടുള്ള സമൽ മാറ്ററൊക്കെ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മാഡം തന്നെ പറഞ്ഞതനുസരിച്ച് ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള ഐസൊലേഷൻസ് ആയിരിക്കും ഒരുപക്ഷെ അതിൻ്റെ ഒരു കാരണം കൂടെ കണ്ടെത്താൻ പറ്റും. അതായത് അവരുടെ താളങ്ങൾ ഒരുപോലെ ആയത് ഈ ഒരു ഐസൊലേറ്റിംഗ് സിറ്റുവേഷനിലേക്ക് അവർ വരുമ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള താളങ്ങളായിരിക്കും ഇവരെ ചിലപ്പം കണക്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എങ്ങനെ ഈ സിമിലാരിറ്റീസ് ഇവിടെ വന്നു എന്നുള്ളതായിരുന്നു. കോണ്ടിനെൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സിന് എങ്ങനെ സിമിലർ റിതംസ് വന്നു എന്നുള്ളതാണ്. അവിടെ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ വന്നാൽ പോലും ഈ സിമിലാരിറ്റി ഇൻ റിതം എങ്ങനെ സർവൈവ് ചെയ്ത് വന്നു ഇത്രയും വർഷം? ജോഗ്രഫിക്കൽ ഐസൊലേഷൻ അല്ല മേഡം പറഞ്ഞത്, ഞാൻ ട്രോമാറ്റിക് ഐസൊലേഷൻ. ജാതി, ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ, ജാതി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മനുഷ്യരെ നമ്മൾ ബേസിക്കലി കേരളത്തിൽ ജോഗ്രഫിക്കലി മനുഷ്യർ ഐസൊലേറ്റഡ് ആവുന്നത് ജാതി ഒരു കാരണമാണല്ലോ. അല്ലാതൊരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ കേരളത്തിലുണ്ടോ എനിക്കറിയില്ല. കേരളത്തിലെ മനുഷ്യർ, ഞാൻ അവിടെയാണ് ഈ വീണ്ടും ബയോളജിക്കൽ ആന്ത്രപ്പോളജിയെ പറ്റി ചോദിക്കാനുണ്ട് ഒരു ക്യൂരിയോസിറ്റി. അതാണ് കേരളത്തിൻ്റെ കേസിൽ ഇപ്പോൾ കോളനികളിൽ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷനാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സാണ്. അതല്ലെങ്കിൽ എവിടെയൊക്കെ മനുഷ്യർ ജോഗ്രഫി, ഇപ്പം ഈ ശരൺകുമാർ ലിംബാലയുടെയൊക്കെ പുസ്തകങ്ങൾക്കകത്ത് ഈ ദളിത് ലിറ്ററേച്ചേഴ്സിനകത്ത് കൃത്യമായിട്ട് അവരത് പറയുന്നുണ്ട്. എപ്പോഴും വില്ലേജുകൾ, ദളിത് വില്ലേജുകൾ എന്ന് പറയുന്നത് എപ്പോഴും കാറ്റിന് സമാനമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കാറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് കാറ്റ് പോകുന്ന വഴിയിൽ ഇപ്പം
അവിടുന്ന് ഇപ്പം ഇടതുവശത്ത് നിന്ന് കാറ്റടിക്കുകയാണെങ്കിൽ ഇവരുടെ വീടുകൾ എപ്പോഴും വലതുവശത്തായിരിക്കും. കാരണം ദളിത് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്നുള്ള കാറ്റ് അപ്പർ കാസ്റ്റ് വീടുകളിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവരെ ജോഗ്രഫിക്കലി അവരെ പ്ലേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ അവിടെ നമ്മളിത് കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള മനുഷ്യരുടെ താളങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതിനകത്ത് ജോഗ്രഫിയും സോഷ്യൽ ഫാക്ടേഴ്സും വീണ്ടും കണക്റ്റഡ് ആവാനുള്ളൊരു സാധ്യതയെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ ഇല്ലാണ്ടില്ല അല്ലേ? ഇല്ലാണ്ടില്ല, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. കൺഫൈൻഡ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിനാണ് ഈ ബയോളജിക്കൽ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ആന്ത്രപ്പോളജി എന്ന് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ എവറിത്തിങ് ദാറ്റ് ഈസ് ഡിറ്റർമൈനിങ് ഫാക്ടറാണ്. അത് സോഷ്യൽ ഫാക്ടർ, കൾച്ചർ ഫാക്ടർ, ലാംഗ്വേജ്, പ്രദേശം, ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ തന്നെയും ചില സമയം ഒരു അസോസിയേഷൻ ഫോം ചെയ്യാനൊക്കെ ഉണ്ടാക്കിയെടുക്കും. സൗഹൃദം മാത്രമല്ല, സംടൈംസ് സെക്ഷുവാലിറ്റി ഓൾസോ വർക്ക്സ്. പലതരം സെക്ഷുവൽ ഓറിയൻറ്റേഷനുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു തരം കമ്മ്യൂണൽ ഒരു കൂടിച്ചേരലും ഒക്കെ സാധ്യം. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിറ്റർമൈനിങ് ഫാക്ടർ പലപ്പോഴും സോഷ്യലാണ്, സോഷ്യോ കൾച്ചറലാണ്. പക്ഷേ ആന്ത്രപ്പോളജിക്കൽ ബയോളജിക്കൽ ആന്ത്രപ്പോളജീൻ്റെ ഒരു അതിൻ്റെ ഒരു കൺഫൈനിറ്റി എന്ന് പറയുന്നത് അത് പലപ്പോഴും ഈ സോഷ്യലിനെ ഒരു ഡിറ്റർമൈനിങ് ഫാക്ടറായിട്ട് കാണാറില്ല, അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഡിസിപ്ലിന് നിലനിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ആസ്പെക്ട്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ആ ഡിസിപ്ലിൻ പൊളിഞ്ഞു പോകും. ഇതൊക്കെ ഡിസിപ്ലിനേറിയൻസിൻ്റെ ഒരു തരം വല്ലാത്തൊരു എന്താണ് ഒരു ഇപ്പം എക്കണോമിക്സിനെ പറ്റി പറഞ്ഞാലും അങ്ങനെയാണ് പറയുക. ഇക്കണോമിക്സിലെ എല്ലാ മനുഷ്യരും റാഷണലാണ് എന്ന് ആ ഡിസിപ്ലിൻ ആദ്യം തൊട്ട് വിശ്വസിക്കുകയാണ്. പക്ഷേ എല്ലാ മനുഷ്യരും റാഷണല്ല എന്ന് നമുക്കറിയാം. എല്ലാ മനുഷ്യരും റാഷണല്ലല്ലോ, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ സാധനം വാങ്ങുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ലോകത്തുള്ള ഈ എക്കണോമിക്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്ന അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, അൺക്വസ്റ്റ്യനബിളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം. അതേപോലെ ഈ ബയോളജിക്കൽ ആന്ത്രപ്പോളജി ആ അർത്ഥത്തിലൊരു റിഡക്ഷനിസ്റ്റ് ഒരു ഫ്രെയിം വർക്കാണ്. പക്ഷേ ആ ഫ്രെയിം വർക്ക് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ പിന്നെ കൺസെപ്റ്റൽ അതങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അത് അറിയുന്നത് യഥാർത്ഥത്തിൽ ബയോളജിക്കൽ ആന്ത്രപ്പോളജി അറിയുന്നത് നിങ്ങൾക്ക് ആന്ത്രപ്പോളജി ആസച്ച് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇൻ്റർഡിസിപ്ലിനറിലി പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡൊമൈൻ ഓഫ് നോളജ് ആണ്. പക്ഷേ അതാണ് ഡിറ്റർമൈനിങ്. എവറിത്തിങ് ഈസ് ദാറ്റ് ബയോളജിക്കലി ഡിറ്റർമൈൻ എന്ന് പറയുന്ന ഒരു സാധനം സോഷ്യൽ സയൻസിന് എടുക്കാൻ പറ്റില്ല. വി കനോട്ട് ടേക്ക് ദാറ്റ് ആർഗ്യുമെൻറ്റ് ബിക്കോസ് ആസ് ഡോക്ടർ ജോബി ഹാസ് പോയിൻറ്റഡ് ഔട്ട് മെനി തിങ്സ്, ഈവൻ വിൻഡ്. ഇപ്പോൾ കാറ്റ് പോലും ഒരു പ്രദേശത്തെ സെറ്റിൽമെൻറ്റിനെയൊക്കെ ഏത് ഭാഗത്തുനിന്നാണ് കാറ്റടിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും സെറ്റിൽമെൻറ്റിൻ്റെ ലൊക്കേഷൻ ഉണ്ടാവുക. ഇപ്പം നമുക്കറിയാം വെള്ളപ്പൊക്കം സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആരുടെ വീടാണ് ആദ്യം മുങ്ങുന്നത്? ആരുടെ വീടാണ്? കുട്ടനാട് ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ വീട് ആദ്യം മുങ്ങുക. ബിക്കോസ് അവർക്ക് അലോട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഈ ബാക്ക് വാട്ടറിൻ്റെ ഫ്രിഞ്ചസിലാണ്. അവർ മുങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ആൾ മുങ്ങും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ സോഷ്യലി ആൻഡ് ജോഗ്രഫിക്കലി ദെയർഫോർ ലെക്വേറ്റഡ്. അപ്പോൾ ഇത് എന്താണ് സോഷ്യൽ, എന്താണ് കൾച്ചറൽ, എന്താണ് ബയോളജിക്കൽ, എന്താണ് എൻവോൺമെൻ്റൽ, ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്തെടുത്ത് ഇഴകീരി പരിശോധിക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ ലൈഫിൽ. ഇതെല്ലാം കൂടി കോമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ബയോളജിക്കൽ ആന്ത്രപ്പോളജി അങ്ങനെ ഒരു പരിമിതിയുണ്ട്. അത് ഭയങ്കര ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ വൈറ്റ് സൂപ്രമസിയൊക്കെ ആന്ത്രപ്പോളജിയിലെ ഏത് ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഈ വൈറ്റ് സൂപ്രമസിയെ ഒരു കാലത്തും തള്ളാൻ പറ്റില്ല. കാരണം അവരാണ് ഈ സാധനം, ഈ ആന്ത്രപ്പോളജി ആസ് എ ഡിസിപ്ലിൻ ഒരു വിഷയം എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തത് ഇവരാണ്. ഈ മെലിനോസ്കി അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് കിട്ടിയ ലെഷർ ടൈം ഞാൻ പറയട്ടെ, നിങ്ങളെ ഗ്രാമത്തിൽ പിന്നെ ഒരുപാട് പശുക്കളുണ്ടാവും, പശുവിൻ്റെ പാല് കറക്കുന്നുണ്ടാവും. പക്ഷേ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഈ പാല് കുടിക്കാൻ പറ്റിയിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അത് പക്ഷേ കുടിച്ച് തീർക്കുന്ന ആൾക്കാരുണ്ടാവും. ആ പാൽ അവർക്ക് ഇഷ്ടംമാതിരി ലഭ്യമാവുന്ന സ്ഥലം ഉണ്ടാവും. ഇപ്പം എം.എൻ. ശ്രീനിവാസൻ്റെ കൂർഗിനെ പറ്റി അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ആലയുടെ ഭാഗത്താണ് താമസിച്ചത്. അപ്പോൾ ചാണകത്തിൻ്റെ മണമാണ് ഈ എഴുതുമ്പോഴൊക്കെ, ആന്ത്രപ്പോളജി എഴുതുമ്പോഴൊക്കെ ഓൾവേസ് ഈ സ്മെൽസ് ഈസ് കൗ ഡങ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ 4-5 കുടുംബങ്ങൾക്ക് മാത്രമാണ്
ആ ഗ്രാമത്തിൽ കിട്ടുന്ന പാല് മുഴുവൻ പോകുന്നത് വളരെ സ്ക്യൂഡായിട്ടാണ്. അപ്പോൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ഇതെല്ലാം മാറും, ബോഡിലി മാറ്റം ഉണ്ടാവും ഈ പാല് കുടിക്കുമ്പോഴേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റ് വളരെ ഇൻ്റഗ്രലാണ്, അത് ന്യൂവാൻസ്ഡ് ആണ്, അത് മനസ്സിലാക്കാൻ കുറച്ച് പാടുമായിരിക്കും. പക്ഷേ ബയോളജിക്കലായിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഈ ഒരു ഡിസിപ്ലിനറി ഫ്രെയിമിൽ നമ്മൾ പോവുകയാണെങ്കിൽ പലപ്പോഴും ബയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ് ഈസ് സോ വിസിബിൾ. നമുക്കൊരു കണക്റ്റിംഗ് ലിങ്ക് ഇടാൻ പറ്റും ഇതിന് രണ്ടിനോടേക്ക്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനം, സൈക്കോളജിക്കൽ സാധനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് പണിയൻ, ഈ പണിയൻ്റെ ഇടയ്ക്ക് വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ഈ ബോണ്ടഡ് ലേബർ സിസ്റ്റം ഉണ്ടായിരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. ആ സമയത്ത് അടിമ വ്യാപാരം, വിൽക്കലും വാങ്ങലും ഒക്കെ വള്ളിയൂർക്കാവ് ടെമ്പിൾ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇവരെ കൊണ്ടുപോകുന്നു. ആരോഗ്യമില്ലാത്ത അടിമയെ തള്ളിക്കളയുന്നു, ആരോഗ്യമുള്ളവരെ തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആരോഗ്യമില്ല, വൈഫ് ആരോഗ്യമുള്ളതാണെങ്കിൽ അവരെ എടുക്കുന്നു, അവരെ മുന്നിൽ വെച്ച് ഹസ്ബൻഡിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഉണ്ടാക്കുന്ന ഒരു ട്രൊമാറ്റിക് സൈക്ക് ഉണ്ട്. ആ ട്രൊമാറ്റിക് സൈക്ക് നമ്മളീ പറയുന്ന, നമുക്കതിനെ ബയോളജിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, സോഷ്യലിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഒന്നും പറ്റില്ല ഈ സൈക്കിനെ. ഇതെന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും ഈ ട്രൊമാറ്റിക് സൈക്ക് ഈസ് ഇൻഫ്ലുവൻസിങ് ദ ബയോളജിക്കൽ കണ്ടീഷൻ, ദ മോർഫോളജിക്കൽ കണ്ടീഷൻ, ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ബോഡി. ബട്ട് ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദ ജെനറ്റിക് മേക്കപ്പ് ദാറ്റ് വി കനോട്ട് എക്സ്പ്ലെയിൻ. വെദർ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എനി ചേഞ്ച് ഇൻ ദ ജെനറ്റിക് മേക്കപ്പ് ഓൾസോ വി കനോട്ട് എക്സ്പ്ലെയിൻ. ഇനി അത് കുറേ കാലം പറ്റില്ല, അത് പറ്റില്ല ഒരിക്കലും. അത് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇല്ല, ഒരു വേരിയബിൾ ഇല്ല, ഒന്നുമില്ല. ആ സൈക്ക് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ അബ്സ്ട്രാക്ട് തിങ്. അപ്പോൾ അവർ പറയുന്നു അവിടെ ഇപ്പോൾ കുറിച്ചനാണെങ്കിലും അടിയനാണെങ്കിലും കുറുമരാണെങ്കിലും എല്ലാവർക്കും ഗവൺമെൻറ് കൊടുക്കുന്നത് ഒരേ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസാണ്. അതിലിപ്പോൾ പണിയന് കുറച്ച് കൊടുക്കണം, കുറിച്ചിന് കൂടുതൽ കൊടുക്കണം എന്നൊന്നും ഗവൺമെൻറ് പറയുന്നില്ല. എല്ലാവർക്കും ഒരുപോലെയാണ്, ഈക്വലി ദേ ആർ ഡിവൈഡിങ് ദ റിസോഴ്സസ്. ബട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പണിയൻ ഇപ്പോഴും ഡൗൺ റോഡഡ് ആണ്. ഇപ്പോഴും അവർ ഡെവലപ്പ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പ് ആയിട്ടില്ല ഒട്ടും. അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇപ്പോഴും കിട്ടുന്നില്ല. ആണ് ആണ് ഉണ്ട് ഏജൻസ് ഉണ്ട് ഇവർ. അതെ 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 അതെ. പക്ഷേ ഈ പണിയൻ്റെ ഒരു അന്തർമുഖത്വം എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ശരിക്കും അന്തർമുഖികളാണ് പണിയന്മാർ. നമുക്കത് വിസിബിളാണ് ശരിക്കും. അവരെ കൂടെ തന്നെ നിൽക്കുന്ന മറ്റ് ട്രൈബ്സൊക്കെ വളരെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഇവരെന്തുകൊണ്ട് സ്റ്റിൽ ദേ ആർ ഇൻട്രോവേർട്സ് എന്നുള്ളതാണ്. അവർക്ക് അഭിമുഖീകരിക്കാൻ മടിയാണ്, നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ മടിയാണ്. എൻ്റെ കൂടെ ഒരു PhD സ്കോളർ ഉണ്ട്, അവൻ സൈക്കോളജിക്കൽ ആന്ത്രപ്പോളജിയിൽ വർക്ക് ചെയ്യുന്ന പണിയേണ്ടത്. അപ്പോൾ അവൻ പറയും ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു, ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടീച്ചർ ഞാൻ പിറ്റേന്ന് രാവിലെ അവനോട് എനിക്കൊരു ടൈം തരുമോ ബാക്കി കാര്യങ്ങൾ ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൻ അപ്പോഴെ എഴുന്നേറ്റ് പോയി, ഒരു മര്യാദയില്ലാതെ. ഈ ഇൻഫോർമെൻ്റ് പിറ്റേ ദിവസം രാവിലെ ഇവൻ ചെന്നു. അപ്പോൾ ഇന്നലെ കണ്ട യാതൊരു ഭാവവും ഇല്ലാതെ തന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ എൻ്റർടൈൻ ചെയ്തില്ല. അതെങ്ങനെയാണ് അവർക്കത് സാധിക്കുന്നത്? ഒന്നും ചിരിക്കൂലേ ആൾക്കാർ? ചിരിക്കുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കൺസ്ട്രക്റ്റ് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം, അവനെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, അത് ചിലത് ഫിക്സ് ചെയ്ത് പോവും, ആ ട്രോമ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ട്രോമ എങ്ങനെ ഫിക്സ് ചെയ്ത് പോകുന്നു. ബട്ട് ദ ട്രോമ കനോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദ ജെനറ്റിക് മേക്കപ്പ്, ബട്ട് അഗെയിൻ ഇറ്റ് കനോട്ട് ചേഞ്ച് എനി സൊമാറ്റിക് ചേഞ്ച് ഓൾസോ. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ ദ ഫിസിയോളജി ആൻഡ് ദ അതർ തിങ്. അപ്പോൾ അതാണ് സൈക്കോളജി ഇതിനെ രണ്ടിനെയും ലിങ്ക് ചെയ്യുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സൈക്ക്, ദ സൈക്കിക് സെറ്റപ്പ്. യെസ്, ദാറ്റ് ഐ വോണ്ട് ടു ടെൽ. യാ, യെസ്. യെസ്,
യെസ് I'll tell you. ഇവർക്കറിയാലല്ലേ അത്. നിങ്ങൾക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കൂടുതലുള്ള സ്ഥലമാണ് അട്ടപ്പാടി. അട്ടപ്പാടി മാത്രമല്ല, നമ്മളെ ഇടുക്കി, ഇടമലക്കുടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് ഈ ശിശുമരണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇടമലക്കുടിയിൽ താമസിക്കുന്ന മുതുവാൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അവരിപ്പോഴും വളരെ സ്ട്രിക്റ്റായിട്ട് കൾച്ചറൽ ട്രഡീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇവരുടെ ഇടയിലാണ് ഈ ശിശുമരണങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചറൽ പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഈ മെൻസസ് പീരീഡിൽ അവർ വീട്ടിൽ നിർത്തില്ല ഒരിക്കലും. അവർ വീട്ടിൽ നിന്ന് മാറി ദൂരെ ഒരു 1/2 കിലോമീറ്ററൊക്കെ മാറി കാടിനോട് ചേർന്ന് ഒരു ടെമ്പററി ഹട്ട് ഉണ്ടാക്കി അതിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് 7 ദിവസം 8 ദിവസം. വീട്ടിൽ നിർത്തൂല. അവരുടെ ഒരു ആചാരപ്രകാരം അത് പൊള്യൂട്ടഡ് ആയിട്ടുള്ള ആ പെൺകുട്ടിയെ വീട്ടിൽ നിർത്തൂല. യെസ്. അപ്പോൾ ആ കുട്ടി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ത്രെട്ടണിങ് ആണ് അവിടെ നിൽക്കുന്നത്. ചിലപ്പം മൃഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർ വേണമെങ്കിൽ ഉപദ്രവിക്കാം. നോൺ ട്രൈബ്സ് ഒട്ടും സെക്യൂർഡ് അല്ലാത്തൊരു എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നത്. ചിലപ്പം വേറെ 2 കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ഈ കുട്ടി ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ ആ കുട്ടിയുടെ അടുത്ത് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ല അവിടെ നിർത്തുന്ന സമയത്ത്. അവർക്ക് പ്രധാനം കൾച്ചറൽ പ്രാക്ടീസാണ്. അപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഈ ടൗണുമായിട്ട്, അടിമാലി ടൗണുമായിട്ടൊക്കെ ഒരു എക്സ്പോഷർ വന്നു. അവർ ടൗണിൽ പോയി. ദെൻ ഫ്രം ഈച്ച് പെറ്റി ഷോപ്സ് they are getting this contraceptive measures, മാലാഡി, ദെൻ ടാബ്ലറ്റ്സ്, ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഷോപ്പിൽ നിന്ന്, ചെറിയ പെറ്റി ഷോപ്സിന് പോലും ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ പെറ്റി ഷോപ്പ് കീപ്പേഴ്സിന് എങ്ങനെ ഇത് കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇവരിത് വാങ്ങിക്കുന്നു, മെൻസസ് സസ്റ്റെയിൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന 1 വർഷവും 2 വർഷമൊക്കെ ഈ ടാബ്ലറ്റ് കഴിക്കുന്ന കുട്ടി, പ്രസവിക്കുന്ന കുട്ടി ചിലപ്പം ജീവിച്ചിരിക്കണമെന്നില്ല. ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു കൾച്ചറൽ പ്രാക്ടീസ് എങ്ങനെ ബയോളജിക്കലി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും അതിനൊന്നും ഒബ്ജക്റ്റ് ചെയ്തു, അങ്ങനെ നിർത്താൻ പാടില്ല എന്ന് സോഷ്യൽ വർക്കേഴ്സും ഇവരുടെ ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ സംസാരിച്ചു. പക്ഷെ അതവർ ഒട്ടും സമ്മതിച്ചിട്ടില്ല, പറ്റില്ല എന്നുള്ളത്. ആ കുട്ടി അവിടെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ യൂത്ത് ഡോർമിറ്ററീസ് അതിൽ വേണമെങ്കിൽ താമസിക്കാം, ഞങ്ങളുടെ വീടുകളിലേക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല. ആ ഒരു പ്രാക്ടീസ്. എന്തിനാണ് കൾച്ചർ ഇത്ര ഇൻസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും? ആ ബയോളജിക്കൽ ആന്ത്രപ്പോളജിയിൽ വന്നിട്ടില്ല. ബട്ട് നമ്മുടെ ചോലനായ്ക്കനുണ്ടല്ലോ നിലമ്പൂർ ഫോറസ്റ്റിലുള്ള കേവ്മാൻ, അവർ വാക്സിനേഷൻ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വളരെ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് ഒറ്റ കൊറോണ മരണം ചോലനായ്ക്കനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റിംഗ്ലി ഒറ്റ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, ഐസൊലേറ്റഡ് ആണ്. പക്ഷെ ഫുള്ളി ഐസൊലേറ്റഡ് അല്ല. കാരണം കുറച്ച് ഫാമിലി മാത്രമേ ഇൻറ്റീരിയർ ഫോറസ്റ്റിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ നിലമ്പൂർ ടൗണിനടുത്തൊക്കെ താമസിക്കുന്നുണ്ട്. അതും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ബിക്കോസ് ഗവൺമെൻറ് ഹാസ് കൺസ്ട്രക്റ്റഡ് നമ്പർ ഓഫ് ഹൗസസ് ഫോർ ദീസ് പുവർ പീപ്പിൾ, ബ്യൂട്ടിഫുൾ RCC ബിൽഡിങ്സ്. അതിങ്ങനെ നിരനിരയായി എടുത്തു കൊടുത്തു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ആർ കെപ്റ്റ് വേക്കൻറ്റ്. ആൻഡ് വെൻ വി എൻക്വയർഡ് അബൌട്ട് ദിസ് പ്രോബ്ലം, why do you want to vacate these houses? Government has given you very much beautiful houses and all. And they are saying that, we are afraid of staying inside these houses because elephants will come and crash the houses at any time. Then we asked them, then what type of houses you want? They told us that, we want a tower house like, എന്താ പറയുക, നമ്മൾ ഏറുമാടമില്ലേ, അതേമാതിരിയുള്ള വീടുകളാണ് ഞങ്ങൾക്ക് താല്പര്യം. എന്നാൽ ആന വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ആന അങ്ങോട്ട് പോകും, ഞങ്ങൾ അറ്റാക്ക് ചെയ്തില്ല. അപ്പം വീണ്ടും ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് എടുക്കുന്ന സമയത്ത് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾക്കിത് വേണ്ട എന്നുള്ള കാര്യം. ദേ വർ അഫ്രൈഡ് ഓഫ് ടെല്ലിങ് ബിഫോർ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആൻഡ് ദീസ് ഒഫീഷ്യൽസ്, they didn't take any opinion from the actual beneficiaries. And we are using the term voice of the voiceless. And what is the relevance of this term voice of the voiceless? Where their voices are emerging. ഇപ്പോഴും ആ വീടുകളൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങൾ പോയി ഞാൻ കണ്ട കാര്യം ഞാൻ പറയുന്നത്. എത്രയോ വീടുകൾ, 10-50 വീടുകൾ വെറുതെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്, നല്ല ഭംഗിയുള്ള വീടുകൾ. അവരിപ്പോഴും കാട്ടിൽ പോയി കാട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഗിരിജൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വരും. ബുധനാഴ്ച വ്യാഴാഴ്ചയൊന്നും എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ദിവസം വരും. അവിടെ ഇതൊക്കെ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവർ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അവരുടെ വീടുകൾ അവിടെ തന്നെയാണ്. അവർ they don't want to stay in it. And also they sleep along with their
ആൻസസ്റ്റേഴ്സ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ ആ ഗുഹയിൽ തന്നെ, ഐ വാസ് ടെല്ലിങ് യു, ആ ഗുഹയിൽ തന്നെ കുഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് അവർ കോട്ടിട്ട് കിടന്നുറങ്ങുന്നത്. ആൻഡ് ദേ ആർ അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് ദ സോൾ ഓഫ് ദി ആൻസെസ്റ്റർ വിൽ സേഫ് ഗാർഡ്. നിങ്ങളെ സർക്കാരോ നിങ്ങളെ ഒഫീഷ്യൽസോ ഒന്നുമല്ല ഞങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങളുടെ ആത്മാക്കളാണ്, ആൻസെസ്റ്റേഴ്സിൻ്റെ ആത്മാക്കളാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു റോളും ഇതിലില്ല എന്ന് പറയുന്നവരാണ്. ആയിരിക്കും, യെസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാരണം നമുക്ക് ഏതിൽ ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു കാര്യമാണത്. പ്രത്യേകിച്ചും ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ സാധനങ്ങൾ. പക്ഷേ ഫോർ ഇൻഫർമേഷൻ സേക്ക് വി ക്യാൻ ലേൺ, അത്രയേ ഉള്ളൂ. സിലബസ് കവർ ചെയ്യണമല്ലേ ഈ സാധനങ്ങളൊക്കെ, അതുകൊണ്ട് പഠിച്ചു പോവുക, എഴുതി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൽക്കാലം നമ്മൾ ഡിസ്റ്റർബായിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത് നിന്നുള്ളത്. അല്ലെങ്കിൽ പുതിയ പുതിയ പഠനങ്ങൾ വരണം. ആൻഡ് വി ഹാവ് നോ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡൂയിങ് സച്ച് സ്റ്റഡീസ്. ഇസ്രായേലിലൊരു കിബൂട്സ് എന്ന് പറയുന്ന ഒരു കൾട്ടുണ്ട്, കിബൂട്സ്, ഇസ്രായേൽ കിബൂട്സ് എന്ന് പറയുന്ന. അവരും ഞാൻ ഈ പറഞ്ഞ ഈ സിദ്ധ സമാജം ആയിട്ട് ഒരുപാട് ടാലിയിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെയിം ഫീച്ചേഴ്സ് ഉള്ള. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇസ്രായേലിലുള്ള ഒരു ഗ്രൂപ്പിന് എങ്ങനെ സിമിലാരിറ്റി വന്നു കേരളത്തിൻ്റെ ഈ ഒരു കോർണറിൽ കിടക്കുന്ന ഒരു സമൂഹമായിട്ട്? അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ സെയിമാണ്, സോഷ്യൽ പ്രാക്ടീസസ്, കസ്റ്റമറി പ്രാക്ടീസസ്, എവറിത്തിങ് ഈസ് സെയിം. ഇതേമാതിരിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു കമ്മ്യൂണിറ്റി. ബട്ട് ദേ ആർ നോട്ട് ഡൂയിങ് എനി കൈൻഡ് ഓഫ് മെഡിസിൻ, അല്ല ആയുർവേദിക് മെഡിസിൻ, അങ്ങനെയൊന്നുമില്ല കാര്യങ്ങളല്ല. എക്കണോമിക് പെർസ്യൂട്ട്സ് വേറെ രീതിയിൽ പോകുന്നേ ഉള്ളൂ. ബട്ട് അതർ ഫാക്ടേഴ്സ് ആർ സെയിം. അപ്പോൾ ഇങ്ങനെയുള്ള സിമിലാരിറ്റീസ് പല സ്ഥലത്തും കാണുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അത് നമുക്ക് ഐസൊലേഷൻ എന്നുള്ളതിൽ പറയാൻ പറ്റുമോ, ഏത് രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ഐ എം വെറിഡ് അബൌട്ട്. ഐ ഡോണ്ട് നോ. No, I think youngsters can think about it. നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ, ഏതൊക്കെ രീതിയിൽ അതിനെ കൊണ്ടുവരാൻ പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ വെറുതെ ലാമാർക്കിൻ്റെയും ഡാർവിൻ്റെയും പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പക്ഷെ നമുക്കത് പഠിക്കാണ്ട് ഇരുന്നൂടാ, മനസ്സിലാക്കാണ്ട് ഇരുന്നൂടാ. കാരണം ഈവൻ ഇഫ് യു വോണ്ട് ടു ക്രിറ്റിസൈസ് ദാറ്റ്, അത് വേണമല്ലോ. നമ്മൾ എത്ര ഫങ്ഷണലിസവും സ്ട്രക്ചറലിസവും ഒക്കെ ക്രിറ്റിസൈസ് ചെയ്താലും വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദറ്റ്. ഏത് കമ്മ്യൂണിറ്റി? ബൈസൺ ഹണ്ടേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി മിക്സ് ആവുന്നുണ്ട്. അതെന്താ കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ താമസിക്കുന്നത് വാലി സൈഡിലാണ്, അഗ്രികൾച്ചറിസ്റ്റ്. മറ്റേ ഹണ്ടേഴ്സ് താമസിക്കുന്നത് ആ കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വരുന്നത് ഒരു സമയത്താണ്. ഈ ബൈസൺ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ രണ്ട് മേലെയുള്ളവരും താഴെയുള്ളവരും ഒരുമിച്ച് വരും. യെസ്, ഇറ്റ്സ് ദ സെയിം കമ്മ്യൂണിറ്റി, ബട്ട് ദേ ആർ ഡൂയിങ് ഡിഫറെൻറ്റ് എക്കണോമിക് പെർസ്യൂട്ട്സ്. ആണ് യെസ്, ഓഫ് കോഴ്സ്. അതുകൊണ്ടാണല്ലോ അവർ ഒരുമിച്ച് നിന്ന് അവരുടെ പെർഫോമൻസും റിച്വൽസും ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് മാരേജുകൾ നടത്തും. കാരണം അവർ ഒരുമിച്ചൊരു ക്യാമ്പ് സർക്കിളിൽ വരുമ്പോഴാണ് ഈ പെർഫോമൻസസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിനെ കൊന്നാൽ മാത്രമേ അവർക്ക് ഇഷ്ടം പോലെ ഫ്ലഷ് കിട്ടുള്ളൂ. ഫുഡ് ഒരു മെയിൻ ഫാക്ടർ അക്കാര്യത്തിൽ. ബട്ട് കമ്മ്യൂണിറ്റി ഈസ് വൺ ആൻഡ് ദ സെയിം. മെയ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് ഞാൻ വായിച്ചതായിട്ട് എനിക്ക് എവിടെയും അറിയില്ല. കണ്ടിട്ടുണ്ടോ? ഇയാൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ?
ഒരിക്കലും അത് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ജനറ 2 സ്പീഷീസ് എന്നൊക്കെ ഇതിൽ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇൻ്റർ സ്പീഷീസ് മീറ്റിംഗ് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അല്ല, അതൊരിക്കലും പോസിബിലിറ്റി ഇല്ലയെന്ന് ഒരു ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ആ യാ നിയാണ്ടർത്തൽ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൻസസ്റ്ററാണ്. ഏറ്റവും ക്ലോസസ്റ്റ് ആൻസസ്റ്ററാണ് നിയാണ്ടർത്തൽ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസിൻ്റെ. അപ്പം ഹോമോസാപ്പിയൻസിനുള്ള മിക്ക ഫീച്ചേഴ്സും നിയാണ്ടർത്തലിനും വരുന്നുണ്ട്. ബട്ട് അവിടെ ഒരു ബയോളജിക്കൽ ഇൻ്ററാക്ഷൻ ഇവർ തമ്മിലുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദീസ് 2 ആർ 2 സ്പീഷീസ്. അതെയോ? അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ? അതെ, അതെനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ളത്. ആ ശരി. ശരി. ഓക്കെ. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഓക്കെ. DNA ടെസ്റ്റ് നടത്തണമെങ്കിൽ ആ ഫോസിൽ എവിഡൻസ് വെച്ചിട്ട് ചെയ്തോ? ശരി.